السلام عليكم ورحمة الله وبركاته. الحمد لله حمدا كثيرا طيبا مباركا فيه، وأصلي وأسلم على خاتم الأنبياء والمرسلين محمد وعلى آله وأصحابه أجمعين. أما بعد، اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما يا كريم. اللهم لا تجعل الدنيا أكبر همنا ولا مبلغ علمنا ولا غاية قصدنا ولا إلى النار مصيرنا. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹം കൊണ്ടാണ് നമ്മളിവിടെ ഇരിക്കുന്നത്. അള്ളാഹുവിൻ്റെ ദീന് പഠിക്കാനാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. നിയ്യത്ത് നന്നായാൽ ഇതിലോളം നല്ലൊരു അമലില്ല. അറിവ് പഠിക്കുക, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക എന്നുള്ളതിനേക്കാൾ പ്രധാനപ്പെട്ട ഒന്നും തന്നെ ഇല്ല. നമ്മുടെ ഹൃദയം കൂടുതൽ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റമദാനിലെ ആദ്യത്തെ ക്ലാസ്സുകൾ ഹൃദയവുമായി ബന്ധപ്പെട്ട് വെച്ചത്. റമദാൻ ഒരവസരം കൂടിയാണ് എന്നുള്ള നിലക്ക് ഹൃദയത്തിൽ ഒരുപാട് ചിന്തകളും ഹൃദയത്തിൽ ഒരുപാട് കർമ്മങ്ങളുമുണ്ട്. അപ്പോൾ ഹൃദയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമാണ് ഇഖ്ലാസ്. അതിനെപ്പറ്റി നമ്മൾ ഇന്നലെ സൂചിപ്പിച്ചു. ഇനി ഇഖ്ലാസുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്, ഇഖ്ലാസുള്ള ആളുകൾക്ക്, അള്ളാഹുവിന് മാത്രം കർമ്മം ചെയ്യുന്ന ഒരു വ്യക്തിക്ക്, ഒരു കർമ്മം ചെയ്യുമ്പോൾ, ഒരു ഇബാദത്ത് ചെയ്യുമ്പോൾ അള്ളാഹുവിനെ മാത്രം ലക്ഷ്യം വെച്ച് വേറെ ഒരു ലക്ഷ്യത്തിലേക്കും മനസ്സ് തിരിയാതെ അത്ര സൂക്ഷ്മമായി ഇബാദത്ത് എടുക്കുന്ന ഒരാൾക്ക് എന്താണ് ലഭിക്കുക എന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ദുനിയാവിൽ കിട്ടുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. എല്ലാ അർത്ഥത്തിലും അള്ളാഹുവിൻ്റെ ഒരു സഹായം അവനുണ്ടാകും. അതിൽ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല ബുദ്ധിമുട്ടുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ഇഖ്ലാസുള്ള ആളുകളെ രക്ഷിക്കും. ബുദ്ധിമുട്ട് പ്രയാസങ്ങളിൽ നിന്ന് ഇഖ്ലാസുള്ള ആളുകളെ രക്ഷിക്കും. ഇഖ്ലാസുള്ളവർക്ക് കൊടുക്കുന്നൊരു ഗുണമാണത്. ഇക്രിമത്തു ഇബ്നു അബീ ജഹൽ, അബൂജഹലിൻ്റെ മകനാണ് ഇക്രിമ. അദ്ദേഹം പിന്നീട് ഇസ്ലാം സ്വീകരിച്ച കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്ക കീഴടക്കുകയും അപ്പോൾ ഇക്രിമ ഓടിപ്പോവുകയും ചെയ്തു. ഇക്രിമത്തു ഇബ്നു അബീ ജഹൽ യമനിലേക്ക് ഓടിപ്പോയി. അങ്ങനെ കപ്പലിൽ കയറണം. കപ്പലിൽ കയറിയപ്പോൾ ഒരു തിരമാല വരികയും അത് കപ്പലിലെ ആളുകൾ പേടിക്കുകയും ചെയ്തു. ആ തിരമാല പേടിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ കപ്പലിലുള്ള ആളുകൾ ഇങ്ങനെ പറഞ്ഞു, ഇത്ര അഖ്ലിസൂ, നിങ്ങൾ അള്ളാഹനെ മാത്രം വിളിച്ചോളൂ. ഫഇന്ന ആലിഹതക്കും ലാ തുഗ്നി അൻകും ഷൈഅൻ ഹാഹുന. ഈ അവസരത്തിൽ നിങ്ങളുടെ ആരാധ്യന്മാർക്ക് ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ വിളിച്ചുകൊണ്ടിരിക്കുന്ന ലാത്തക്കോ ഉസ്സക്കോ മനാത്തക്കോ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ആരാധിച്ചുകൊണ്ടിരിക്കുന്ന വിഗ്രഹങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. അള്ളാഹനെ മാത്രം വിളിച്ചോളൂ. അപ്പോൾ ഇക്രിമ പറഞ്ഞു, വല്ലാഹി ലഇൻ ലം യുനജ്ജിനി മിനൽ ബഹർ ഇല്ലൽ ഇഖ്ലാസ് ലാ യുനജ്ജിനി ഫിൽ ബർരി ഗൈറുഹു. അങ്ങനെയാണ് ഇക്രിമ ഇസ്ലാം സ്വീകരിക്കുന്നത്. ഇഖ്ലാസ് കൊണ്ടാണ് എനിക്ക് കടലിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റിയെങ്കിൽ കരയിൽ നിന്നും എനിക്ക് രക്ഷപ്പെടാൻ ഇഖ്ലാസ് കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ അദ്ദേഹം അവിടുന്ന് പ്രാർത്ഥിക്കുകയാണ്, അള്ളാഹ് കരാറ് കൊടുക്കുകയാണ്, അള്ളാഹുവേ, നീ എന്നെ ഇവിടുന്ന് രക്ഷപ്പെടുത്തിയാൽ ഞാൻ മുഹമ്മദിൻ്റെ അടുത്തേക്ക് ചെല്ലുകയും സല്ലല്ലാഹു അലൈഹി വസല്ലം നബിതങ്ങളുടെ അടുത്തേക്ക് ചെല്ലുകയും എന്നിട്ട് ഞാൻ ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്യും. അങ്ങനെ അദ്ദേഹത്തെ അള്ളാഹു രക്ഷപ്പെടുത്തി, എന്നിട്ട് ഇസ്ലാം സ്വീകരിച്ചു എന്ന് കാണാം. അപ്പോൾ ഇഖ്ലാസ് കൊണ്ട് പ്രയാസങ്ങളിൽ നിന്ന് രക്ഷ കിട്ടും. ഏത് ബുദ്ധിമുട്ടിൽ നിന്ന് രക്ഷ കിട്ടാൻ വേണ്ടി നമ്മൾ മുഖ്ലിസീങ്ങളായാൽ മതി, ഇഖ്ലാസ് ഉള്ളവരായാൽ മതി എന്നാണ് നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അത് ഏറ്റവും വലിയൊരു അദബാണ്. നമുക്ക് എന്ത് ഗുണമില്ലെങ്കിലും ഈ ഇഖ്ലാസ് കൊണ്ട് മാത്രം നമുക്ക് രക്ഷപ്പെടാൻ പറ്റും.
അള്ളാഹ്ക്ക് വേണ്ടി മാത്രം കർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളൊരവസ്ഥ നമ്മളിൽ നിന്ന് ഉണ്ടായാൽ മതി. മുൻഗാമികളൊക്കെ രഹസ്യമായ കർമ്മങ്ങളെ പ്രോത്സാഹിപ്പിച്ചിരുന്നു. സ്വന്തം ഭാര്യ പോലും അറിയാത്ത കർമ്മങ്ങൾ. കാനൂ യസ്തഹിബ്ബൂന അൻ യകൂന ലിർറജുലി ഖബീഅത്തും മിൻ അമലിൻ സ്വാലിഹിൻ, സ്വാലിഹായ ഒരു കർമ്മം, അതും ആർക്കും കാണിച്ചു കൊടുക്കാത്ത, അയാളും അയാളുടെ റബ്ബ് മാത്രം അറിയുന്ന കർമ്മങ്ങൾ ഒരാൾക്കുണ്ടാവുക എന്നുള്ളത് മുൻഗാമികൾ ഇഷ്ടപ്പെട്ടിരുന്നു. ലാ തഅലമു ബിഹി സൗജതുഹു വലാ ഗൈറുഹ, സ്വന്തം ഭാര്യയോ അവൾ അല്ലാത്തവരോ ആരും അറിയാത്ത കർമ്മങ്ങൾ. അങ്ങനെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യണം. ഇഖ്ലാസുള്ള കർമ്മങ്ങൾ പരമാവധി. ഇപ്പോൾ നമ്മൾ 3 ദിവസമായി, 3-ാമത്തെ ദിവസമാണിത്, ഹൃദയത്തിൻ്റെ കർമ്മങ്ങളെ പറ്റി ചർച്ച ചെയ്യുന്നു. നമ്മൾ എത്രത്തോളം നന്നാക്കി നമ്മുടെ കൽബിനെ നമ്മൾ ഓരോ കർമ്മം ചെയ്യുമ്പോഴും നമ്മുടെ മനസ്സ് ശുദ്ധമാണോ നമ്മൾ നോക്കിയോ? എങ്കിലാണ് ഇതുകൊണ്ട് കാര്യമുണ്ടാവുക. അപ്പം നമുക്കും അങ്ങനെ രഹസ്യമായ കർമ്മങ്ങൾ ഉണ്ടാകണം. നുഐം ഇബ്നു ഹമ്മാദ് പറയുന്നു, ഇബ്നുൽ മുബാറക്ക് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, മാ റഅയ്തു റജുലൻ ഇർതഫഅ മിസ്ല മാലിക് ഇബ്നു അനസ്. മാലിക് ഇബ്നു അനസ് എന്ന പണ്ഡിതനേക്കാൾ വലിയ പണ്ഡിതനാണല്ലോ, അദ്ദേഹത്തെക്കാൾ ഉയർച്ച നേടിയ ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല. ലൈസ ലഹു കസീറു സ്വലാത്തിൻ വലാ സുയാമിൻ, അദ്ദേഹത്തിന് ഒരുപാട് നോമ്പ് നിസ്കാരമൊന്നും പ്രത്യക്ഷത്തിൽ ഉണ്ടായിരുന്നില്ല. ഇല്ല അൻ തക്കൂന ലഹു സരീറ, അല്ലെങ്കിൽ രഹസ്യമായിട്ട് അദ്ദേഹം ചെയ്യുന്നുണ്ടാകണം എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ രഹസ്യമായ കർമ്മങ്ങളൊക്കെ നമുക്കുണ്ടെങ്കിൽ അള്ളാഹു നമ്മൾ മാത്രം അറിയുന്ന നിയ്യത്താണത്. എപ്പോഴും നമ്മളത് ശ്രദ്ധിക്കുക, നമ്മൾ ബുദ്ധിമുട്ടുകളിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. പിന്നെ അടുത്തൊരു ഗുണം, ഇൻഷാ അള്ളാഹു തആല നമ്മൾ ഇഖ്ലാസ് ഉള്ളവരാണെങ്കിൽ വസ്വാസിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും. വസ്വാസ് ഉണ്ടാവില്ല. നമ്മളെപ്പോഴും ശൈത്താൻ പേപ്പിക്കാൻ വേണ്ടി കുറേ ആശയക്കുഴപ്പങ്ങളുമായി നമ്മളുടെ മുമ്പിൽ വരും. ശൈത്താൻ വരും. എന്ത് കർമ്മം ചെയ്യുമ്പോഴും പിറകോട്ടടിപ്പിക്കാൻ ശൈത്താൻ വരും. അപ്പോൾ വസ്വാസിൽ നിന്നും അതേപോലെ തന്നെ മോശപ്പെട്ട ചിന്തകളിൽ നിന്നും ഒരു മനുഷ്യനെ രക്ഷപ്പെടുത്താൻ ഇഖ്ലാസിന് സാധിക്കും. അബൂ സുലൈമാൻ അദ്ദാറാനി എന്നവർ പറയുന്നു, ഇദാ അഖ്ലസൽ അബ്ദു, ഒരടിമ ഇഖ്ലാസോടുകൂടി കർമ്മങ്ങൾ ചെയ്താൽ, നിഷ്കളങ്കമായി ഒരു കളങ്കവും കറയുമില്ലാത്ത കർമ്മങ്ങൾ ചെയ്താൽ, അള്ളാഹ്ക്ക് വേണ്ടി മാത്രം കർമ്മങ്ങൾ ചെയ്താൽ, ഇൻഖതഅത് അൻഹു കസ്റത്തുൽ വസാവിസ് വരിയാ, ആളുകളെ കാണിക്കുക എന്നുള്ള ആ ഒരു മോശം ഗുണവും അതേപോലെ തന്നെ ഒരുപാട് വസ്വാസുകൾ ഉണ്ടാവുക എന്നുള്ളതും അവനിൽ നിന്ന് മുറിഞ്ഞു പോകുന്നതാണ്. ഇതിന് ഏറ്റവും വലിയ ഉദാഹരണം നമ്മൾ ഇന്നലെ പറഞ്ഞ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ്. അദ്ദേഹത്തെ പറ്റി ഖുർആനിലെ സൂറത്ത് യൂസുഫിലെ 24-ാമത്തെ ആയത്തിൽ കദാലിക ലിനസ്രിഫ അൻഹു സ്സൂഅ വൽ ഫഹ്ശാ ഇന്നഹു മിൻ ഇബാദിനൽ മുഖ്ലസീൻ. അപ്രകാരം നാം അദ്ദേഹത്തിൽ നിന്ന് മ്ലേച്ഛതകളെയും തോന്നിവാസങ്ങളെയും തിരിച്ചു കളഞ്ഞു. അദ്ദേഹം നമ്മുടെ മുഖ്ലസായ അടിമകളുടെ കൂട്ടത്തിൽ പെട്ട ആളായിരുന്നു. അപ്പോൾ ഇഖ്ലാസ് കൊണ്ടാണ് ആര് രക്ഷപ്പെട്ടത്? യൂസുഫ് നബി ഈ രൂപത്തിലുള്ള മോശപ്പെട്ട ചിന്തകളിൽ നിന്ന് രക്ഷപ്പെട്ടത്. നമ്മുടെ മനസ്സിലേക്ക് മോശപ്പെട്ട ചിന്തകൾ ഇങ്ങനെ തുടരെ വരുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ടൊരു മാർഗ്ഗമാണ് ഇഖ്ലാസ് ഉള്ളവരാവുക. അള്ളാഹു നമ്മളിലേക്ക് ഹറാം എത്തിക്കൂല. അതായത് നമ്മൾ ഹറാമിൽ നിന്ന് അള്ളാഹുവിന് തടയും, എങ്ങനെങ്കിലും തടയും. നമ്മൾ ആ തോന്നിവാസത്തിൻ്റെ വഴിയിലേക്ക് പോകൂല. നമ്മൾ അള്ളാഹു അത് കാണിക്കൂല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഏത് ഫിത്തനയുടെ കാലഘട്ടത്തിൽ അള്ളാഹു നമ്മളെ സംരക്ഷിക്കും. ആ സംരക്ഷണം കിട്ടണമെങ്കിൽ, ആ ഒരു രക്ഷപ്പെടൽ നമ്മൾക്ക് നേടിയെടുക്കണമെങ്കിൽ ഇന്നമൽ ഖലാസു ബിൽ ഇഖ്ലാസ്, ഇഖ്ലാസ് കൊണ്ട് മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുക. പിന്നെ മറ്റുള്ളവരോട് മനസ്സിൽ വിദ്വേഷം, പക, അസൂയ ഇതൊന്നും തോന്നൂല. ഇഖ്ലാസുള്ളൊരു വ്യക്തിക്ക് എല്ലാ കർമ്മങ്ങളും അള്ളാഹ്ക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന, ആളുകളുടെ പോക്കറ്റിൽ നിന്നോ നാവിൽ നിന്നോ ഒന്നും പ്രതീക്ഷിക്കാത്ത, ആരുടെ പുഞ്ചിരി പോലും പ്രതീക്ഷിക്കാത്ത, അള്ളാഹ്ക്ക് വേണ്ടി മാത്രം കർമ്മം ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മനസ്സ് അത്ര വൃത്തിയുള്ള മനസ്സായിരിക്കും. അതുകൊണ്ട് അസൂയ, പക, വിദ്വേഷം, മറ്റുള്ളവരോടുള്ള എന്തെങ്കിലുമൊക്കെ മോശപ്പെട്ട വിചാരങ്ങൾ ഇതൊന്നും മനസ്സിലുണ്ടാവുകയില്ല. ശുദ്ധമായ മനസ്സായിരിക്കും ഇഖ്ലാസുള്ളൊരു വ്യക്തിക്ക് കിട്ടുക. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മോശപ്പെട്ട എല്ലാ കർമ്മങ്ങളിൽ നിന്നും അള്ളാഹു ഒരാളെ രക്ഷിക്കും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ശൈത്താന് അയാൾക്ക് പിടിക്കാൻ പറ്റാത്തത്
എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്ന് അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അല്ലാത്തവർക്ക് അടിമ ആവുക എന്നുള്ള മോശപ്പെട്ട ഗുണത്തിൽ നിന്ന് നമ്മൾ ആരടിമയാകണം? അള്ളാഹിൻ്റെ അടിമയാകണം, വേറെ ആരും അടിമയാകരുത്. ഇതിന്നൊക്കെ രക്ഷപ്പെടാൻ ഇഖ്ലാസ് കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. ഇനി ആഖിറത്തിൽ എന്തൊക്കെയാണ് കിട്ടുക? നമ്മളിന്ന് പഠിക്കാനുള്ളത് ദുനിയാവിൽ കുറേ കാര്യങ്ങൾ ഇഖ്ലാസ് കൊണ്ട് കിട്ടും. ആഖിറത്തിൽ എന്താണ് കിട്ടുക? ആഖിറത്തിൽ ഒന്നാമതായി സ്വർഗപ്രവേശനം, നരകത്തിൽ നിന്നുള്ള രക്ഷ, അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ തൃപ്തി. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇത് മൂന്നും ഇഖ്ലാസുള്ള ആളുകൾക്ക് മാത്രമേ കിട്ടുള്ളൂ. നമ്മൾ ആത്മാർത്ഥമായി ആലോചിക്കണം. നമ്മളുടെ എല്ലാ പ്രവർത്തനങ്ങളും ഇഖ്ലാസുള്ളതാണെങ്കിലാണ് ഇതുണ്ടാവുക. എന്താണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിന് തെളിവായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിലൂടെ പഠിപ്പിച്ചത് തകഫലല്ലാഹു ലിമൻ ജാഹദ ഫീ സബീലിഹി ലാ യുഖ്രിജുഹു ഇല്ലൽ ജിഹാദു ഫീ സബീലിഹി വതസ്ദീഖു കലിമാതിഹി ബിഅൻ യുദ്ഖിലഹുൽ ജന്നഹ ഔ യർജിഅഹു ഇലാ മസ്കനിഹി അല്ലദീ ഖറജ മിൻഹു മഅ മാ നാല മിൻ അജ്രിൻ ഔ അൻ ഗനീമത്തിൻ. അള്ളാഹിൻ്റെ മാർഗത്തിൽ അത് മാത്രം ലക്ഷ്യം വെച്ച് വേറെ ഒരു ലക്ഷ്യവുമില്ലാതെ ജിഹാദിന് പുറപ്പെടുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു ഏറ്റെടുത്ത കാര്യമാണ് അയാളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുക തന്നെ ചെയ്യും, ഉറപ്പാണ്. അല്ലെങ്കിൽ അയാൾക്ക് ഗനീമത്തോടെ തിരിച്ചു വരാൻ പറ്റും. രണ്ടാലെ ഒന്നും ഉറപ്പാണ്. ഇനി അലിയുബ്നു അബീ ത്വാലിബ് ഇത്ബാൻ ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു ഹദീസ് കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ അടുത്തേക്ക് വന്നു, എന്നിട്ട് പറഞ്ഞു, ലൻ യുവാഫിയ അബ്ദുൻ യൗമൽ ഖിയാമത്തി യഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹു യബ്തഗി ബിഹാ വജ്ഹല്ലാഹ് ഇല്ലാ ഹറമല്ലാഹു അലൈഹിന്നാർ. ആരെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് അള്ളാഹിൻ്റെ വജ്ഹ് ഉദ്ദേശിച്ച് ചൊല്ലിയാൽ അവൻ ഖിയാമത്ത് നാളിലെത്തിയാൽ എന്തായാലും അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് നരകം ഹറാമാക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഇഖ്ലാസ് കൊണ്ടാണ് നരകം ഹറാമാകുന്നത്. അങ്ങനെ ഒരുപാട് ഹദീസുകൾ ആ വിഷയത്തിലുണ്ട്. രണ്ട് ആഖിറത്തിൽ കിട്ടുക, ഒരിക്കലും ആർക്കും കിട്ടാത്ത സ്വർഗത്തിലെ ദറജകൾ അയാൾക്ക് കിട്ടും. ഇഖ്ലാസ് ഉള്ള ഒരാൾക്ക് വേറെ പലർക്കും കിട്ടാത്ത, ഇഖ്ലാസ് ഉള്ള ആളുകൾക്ക് മാത്രം കിട്ടുന്ന സ്വർഗത്തിലെ ദറജകളുണ്ട്. അത് ഉറപ്പാണ്. നമ്മളെല്ലാവരും ഒരു സ്വഫിൽ നിസ്കരിക്കുന്ന ആളുകൾക്ക് ഒരേ കൂലിയല്ല ഉണ്ടാവുക. അവരുടെ ഒക്കെ മനസ്സിൻ്റെ ഉള്ളിലെ ഇഖ്ലാസും സിദുഖും നസീഹത്തൊക്കെ അനുസരിച്ചിട്ടായിരിക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പ്രതിഫലം കൊടുക്കുക. നമ്മുടെ കർമ്മം വളരെ പരിശുദ്ധമായ കർമ്മമാണെങ്കിൽ അതനുസരിച്ച് ദറജകൾ കൂടുക തന്നെ ചെയ്യും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സ്വർഗത്തിൽ വലിയ വലിയ ദറജകൾ കിട്ടും. മൻ സല്ലാ അലയ്യ മിൻ ഉമ്മത്തി സ്വലാത്തൻ മുഖ്ലിസൻ മിൻ ഖൽബിഹി സല്ലല്ലാഹു അലൈഹി ബിഹാ 10 സ്വലവാത്തിൻ വറഫഅഹു ബിഹാ 10 ദറജാത്തിൻ വകതബ ലഹു ബിഹാ 10 ഹസനാത്തിൻ വമഹാൻഹു 10 സയ്യിആത്തിൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ അത് മുഖ്ലിസായിട്ടാണ്, ഇഖ്ലാസോടെ സ്വലാത്തിലാണ്. വെറുതെ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ആത്മാർത്ഥമായിട്ട് ചൊല്ലിയാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല 10 ദറജകൾ ഉയർത്തും. ഇവിടെയൊക്കെ ആത്മാർത്ഥമായി അല്ലെങ്കിൽ ഇഖ്ലാസോട് കൂടി എന്നുള്ള നിബന്ധന ഉണ്ടോ നിങ്ങൾ? അപ്പോൾ ഇഖ്ലാസ് കൊണ്ട് ഒരാളുടെ ദറജകൾ ഉയരുമെന്നുള്ളതാണ്. പിന്നെ മറ്റുള്ള ആളുകളുടെ കർമ്മങ്ങളെക്കാൾ ഇയാളുടെ കർമ്മത്തിന് ശ്രേഷ്ഠത ലഭിക്കും. കാരണം മറ്റുള്ളവർ പലതും ചിന്തിച്ചിട്ടാണ് കർമ്മങ്ങൾ ചെയ്തത്. ആളുകളെ പേടിച്ചിട്ടോ ആളുകളെ കാണിക്കാനോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും വേണ്ടിയ കർമ്മങ്ങൾ ഉണ്ടായത്. ഇത് ഇവൻ്റെ ഹൃദയത്തിൽ നിന്ന് സ്നേഹം കൊണ്ടും പേടി കൊണ്ടും ഇഖ്ലാസ് കൊണ്ടൊക്കെ വന്ന കർമ്മമാണെങ്കിൽ സ്വാഭാവികമായിട്ടും രണ്ടും 2 ദറജയിലാണ് നിൽക്കുക. പിന്നെ അള്ളാഹിൻ്റെ റഹ്മത്ത് കിട്ടും. അള്ളാഹിൻ്റെ റഹ്മത്ത് ഇഖ്ലാസ് ഉള്ളവർക്കാണ് കിട്ടുക എന്ന് പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു. പാപങ്ങൾ പൊറുക്കപ്പെടും. ഇഖ്ലാസ് കൊണ്ട് മാത്രം കിട്ടുന്നതാണ്. ഇഖ്ലാസ് ഉള്ളവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പാപം പുറത്തു കൊടുക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്ത് കിട്ടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശുപാർശ കിട്ടുമല്ലോ. നബിയുടെ ശുപാർശ നബി ശുപാർശ ചെയ്യും. അത് ആർക്കാണ് കിട്ടുക? ഇതെല്ലാവരും പഠിക്കേണ്ട ഒരു ഹദീസാണ്. ഈ ഹദീസ് വളരെ പ്രധാനപ്പെട്ട ഹദീസാട്ടോ. എല്ലാവരും നമ്മുടെ നാട്ടിലൊക്കെ എല്ലാവരും ഷഫാഅത്തു റസൂൽ എന്ന് പറഞ്ഞ് നടക്കലുണ്ട്. നബിയുടെ ഷഫാഅത്ത് എന്ന് പറഞ്ഞ കുറേ ആളുകൾ നടക്കലുണ്ട്. ആർക്കാ ഷഫാഅത്ത് കിട്ടുക? ഒരിക്കൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചോദിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലേ, മൻ അസ്അദുൻ നാസി ബിശഫാഅതിക യൗമൽ ഖിയാമത്തി, ഖിയാമത്തിൽ പരലോകത്ത് അല്ലെങ്കിൽ
അന്ത്യദിനത്തിൽ അങ്ങയുടെ ശഫാഅത്ത് കൊണ്ട് ഏറ്റവും കൂടുതൽ ഐശ്വര്യം കിട്ടുന്ന ആൾ എന്ന് പറഞ്ഞാൽ ആർക്കാണ് ആ ഭാഗ്യം കിട്ടുക? അപ്പം നബി തങ്ങൾ പറഞ്ഞു, അബൂ ഹുറൈറ, ഞാൻ വിചാരിച്ചിരുന്നു നിങ്ങൾ തന്നെ ആയിരിക്കും എന്നോട് ഇത് ആദ്യം ചോദിക്കുക. നബി തങ്ങൾ പറയാണ്, ഞാൻ വിചാരിച്ചിരുന്നു നിങ്ങൾ തന്നെ ആയിരിക്കും, വേറെ ആരും ചോദിക്കൂല ഈ ചോദ്യം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളുടെ താല്പര്യം എനിക്കറിയാം. എന്നിട്ട് നബിയുടെ മറുപടി, അസ്അദുന്നാസി ബിശഫാഅതി യൗമൽ ഖിയാമത്തി മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹു ഖാലിസൻ മിൻ ഖൽബിഹി. ഹൃദയത്തിൽ നിന്ന് ആത്മാർത്ഥമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നവർക്കാണ് കിട്ടുക. അപ്പോൾ തൗഹീദുള്ളവർക്കേ ശഫാഅത്ത് കിട്ടുള്ളൂ. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുകയും ചെയ്യുക, എന്നിട്ട് അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുക, അവരോട് തങ്ങളുടെ ആവശ്യങ്ങൾ പറയുക. ഒരാളുടെ മനസ്സിൽ, ഒരു വിശ്വാസിയുടെ മനസ്സിൽ അള്ളാഹ്ക്ക് ഉണ്ടാകേണ്ട സ്ഥാനമൊക്കെ വേറെ പലർക്കും വെച്ചു കൊടുക്കുക. ഇങ്ങനെയുള്ളവർക്കൊന്നും റസൂലുള്ളാഹിന്റെ ശഫാഅത്ത് കിട്ടിയല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് ആത്മാർത്ഥമായി ചൊല്ലി അത് ജീവിതത്തിൽ പകർത്തുന്നവർക്ക് മാത്രമേ ശഫാഅത്ത് കിട്ടുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല ഇഖ്ലാസ് ഉള്ള ആൾക്കാണ് അത് ലഭിക്കുക. ഇപ്പം നമ്മൾ ഇഖ്ലാസിൻ്റെ പ്രത്യേകതകളും ഇഖ്ലാസ് കൊണ്ട് കിട്ടുന്ന മെച്ചങ്ങളൊക്കെ പറഞ്ഞല്ലോ. ഒരാളുടെ നീയത്ത് മോശമാണെങ്കിൽ, അതായത് ഇപ്പോൾ ഒരാൾ കർമ്മം ചെയ്യുമ്പോൾ ആളുകളെ വിചാരിച്ച് ചെയ്യാണ്, അയാളൊന്ന് കണ്ടോട്ടെ, അയാളൊന്ന് എല്ലാവരും ഒന്ന് എന്നെ മനസ്സിലാക്കിക്കോട്ടെ, എല്ലാവരും എന്നൊന്ന് അറിഞ്ഞോട്ടെ, ഒരു ശുഹറത്ത്, എല്ലാവരുടെ ഇടയിൽ ഒരു കീർത്തിയും ഖ്യാതിയും ഒക്കെ എനിക്ക് കിട്ടിക്കോട്ടെ എന്നൊക്കെ വിചാരിച്ച ഒരാൾ കർമ്മം ചെയ്യുകയാണെങ്കിൽ അതുകൊണ്ട് എന്തൊക്കെയാണ് അയാളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനന്തരഫലങ്ങൾ, അല്ലെങ്കിൽ എന്തൊക്കെ പ്രത്യാഘാതങ്ങളാണ് ജീവിതത്തിൽ ഉണ്ടാകുക, അതുകൊണ്ടുള്ള അപകടങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, പിന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല അയാളെ പെട്ടെന്ന് പിടിക്കും, അള്ളാഹിൻ്റെ മക്റിന് ഇരയാകും. അള്ളാഹു സുബ്ഹാനഹു വതആല ചിലപ്പോൾ അയാൾ ഇങ്ങനെ പോകും, പെട്ടെന്ന് അയാൾ ചിലപ്പോൾ നരകത്തിക്കാൻ ഇടും, അല്ലെങ്കിൽ അതനുസരിച്ചിട്ട് അയാൾ കേടുന്നു പോകും പെട്ടെന്ന്. അള്ളാഹിൻ്റെ മക്റിന് ഇരയാകും എന്നുള്ളതാണ്. ഹമ്മാദ് ബിനു സലമ എന്ന് പറയുന്ന വലിയ പണ്ഡിതൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, മൻ ത്വലബൽ ഹദീസ ലിഗൈരില്ലാ, അല്ലാത്തവർക്ക് വേണ്ടി ആരെങ്കിലും ഹദീസ് പഠിക്കാൻ ചെന്നാൽ മുഖിറ ബിഹി, അവൻ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ മക്റിൽ പെട്ടുപോകും എന്ന് പറഞ്ഞാൽ പിന്നെ അവൻ ഇതിൽ ഇസ്തിഖാമത്ത് കിട്ടൂല, നരകത്തിൻ്റെ കർമ്മങ്ങൾ ചെയ്ത് പിന്നെ കേടന്നു പോകും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല ചിലപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ ഭയങ്കര ഇഖ്ലാസ് ഉള്ളവരാണെന്ന് വിചാരിക്കും. ഇഖ്ലാസ് മോശപ്പെട്ട നീയത്ത് നമുക്ക് ഉണ്ടോ, നമുക്ക് തുടർത്താൻ കഴിയൂല. ഒന്നും ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, തുടർത്താൻ കഴിയൂല, തുടർച്ച കിട്ടൂല. രണ്ടാമത് എന്താണ് സംഭവിക്കുക എന്ന് ചോദിച്ചാൽ ആ അമലിൻ്റെ ബറക്കത്തിന് പോവും. നല്ല നിസ്കാരം ടോപ്പല്ലേ, നിസ്കാരം എന്ന് പറഞ്ഞാൽ ഏറ്റവും സുന്ദരമായ കർമ്മമാണ്, ഏറ്റവും മനോഹരമായ കർമ്മമാണ്. പക്ഷെ ചെയ്യുന്ന ആൾ മോശമാണെങ്കിലോ ആ കർമ്മത്തിൻ്റെ ബറക്കത്തിന് പോവും. സ്വതക്ക ഏറ്റവും നല്ല കർമ്മല്ലേ, എന്താണ് അതുകൊണ്ട് കിട്ടുന്ന മനുഷ്യന് കിട്ടുന്ന ആശ്വാസവും ആനന്ദവും? പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, ഇസ്ലാമിൻ്റെ ഒരു കർമ്മത്തെയും നിങ്ങൾ തക്ലീഫ് എന്ന് പറയരുത്, ഒരു കർമ്മത്തെയും തക്ലീഫ് എന്ന് വിളിക്കരുത്. തക്ലീഫ് അല്ല, തക്ലീഫ് എന്ന് പറയാൻ പാടില്ല. അതായത് നമ്മൾ എന്തോ ഭാരമുള്ളത് ഏൽപ്പിക്കപ്പെട്ടു, അതാണ് കഴിഞ്ഞു കിട്ടി ആവൂന്ന് പറയരുത്. നമ്മളെ ദീൻ്റെ ഒരു കർമ്മങ്ങൾ സ്വതക്ക ആശ്വാസമാണ്, നിസ്കാരം ആനന്ദമാണ്, എല്ലാ കർമ്മങ്ങളും ദിക്ർ ചൊല്ലൽ വല്ലാത്ത ആശ്വാസമാണ്. അങ്ങനെ ദീനിനെ മനസ്സിലാക്കിയവർക്ക് മാത്രമേ രക്ഷ കിട്ടുകയുള്ളൂ. ആ ഒരു കർമ്മത്തിൻ്റെ ബറക്കത്ത് നഷ്ടപ്പെടും. വലിയ കർമ്മമായിരിക്കും, പക്ഷേ മോശം നീയത്ത് കൊണ്ട് അതൊന്നും അല്ലാതാകും. ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, എത്ര വലിയ ചെറിയ കർമ്മങ്ങളാണ് നീയത്തുകൊണ്ട് വലുതായത്, എത്ര വലിയ കർമ്മങ്ങളാണ് നീയത്തുകൊണ്ട് താഴേക്കടയിലേക്ക് പോയത് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. കുല്ലു മാ ലാ യുബ്തഗാ ബിഹി വജ്ഹുല്ലാഹ് യദ്മഹിൽ, ഇത് നാമാവശേഷമായി പോകുന്നതാണ്. അള്ളാഹിൻ്റെ വജ്ഹ് ഉദ്ദേശിക്കാത്തൊക്കെ കേടുന്നു പോകും. ഇത് പറയുമ്പോൾ ഭയങ്കര എളുപ്പമാണ്, ചെയ്ത് കാണിക്കാൻ കുറച്ച് പ്രയാസമാണ്. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും എന്ത് ഇബാദത്ത് ചെയ്യുമ്പോഴും അള്ളാഹ്ക്ക് വേണ്ടി മാത്രം ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ആ കർമ്മം നഷ്ടപ്പെട്ടു പോകും. പിന്നെ മാത്രമല്ല, അള്ളാഹുവിൽ നിന്ന് നമ്മുടെ ഹൃദയം തെറ്റിപ്പോവുകയും വേറെ പലരുമായി ബന്ധപ്പെടുകയും ചെയ്യും. നമുക്ക് ഇഖ്ലാസ് ഇല്ലയെന്ന് കൂട്ടിക്കോളി. നമ്മളൊരു കർമ്മം അള്ളാഹ്ക്ക് വേണ്ടി ചെയ്യുന്നില്ല, നമ്മൾ വേറെ പലർക്കും വേണ്ടിയാണ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ മനസ്സെപ്പോഴും അവരുമായി ബന്ധപ്പെട്ട് കിടക്കും, ഒരിക്കലും അള്ളാഹുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കൂല. അപ്പോൾ അള്ളാഹുവിൽ നിന്ന് അകന്നു പോകുന്ന ഒരു അവസ്ഥാവിശേഷം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അങ്ങനെ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അള്ളാഹുവിൽ നിന്ന് തെറ്റിപ്പോകാതിരിക്കാൻ നമ്മൾക്ക് എപ്പോഴും ഇഖ്ലാസ് വേണം എന്നാണ് പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ വേറൊന്ന്, മോശപ്പെട്ട നീയത്തുള്ള ഒരാളാണെങ്കിൽ അയാൾക്ക് ആഖിറത്തിൽ ഒന്നും കിട്ടൂല.
നമ്മൾ പരലോകത്ത് ചൊല്ലുമ്പോൾ ഒന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല അയാൾക്ക് കൊടുക്കുകയില്ല. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഹദീസാണ് മൂന്നാളുകളുടെ ഹദീസ്. ഈ ഹദീസിനൊരു കഥയുണ്ട്. ഷുഫൈ അൽ അസ്ബഹി എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ, ഒരു ഹദീസ് വിദ്യാർത്ഥി മദീന എന്ന നാട്ടിലെത്തി, റസൂലുള്ളാഹിന്റെ മദീനയിലെത്തി. എന്നിട്ട് അവിടെ നോക്കുമ്പോണ്ട് എല്ലാ ആളുകളും ഒരാളുടെ ചുറ്റും ഇങ്ങനെ ഇരിക്കണം. നമ്മളിപ്പോൾ ദീൻ കേൾക്കണത് പോലെ ഒരു പള്ളിയിൽ, മദീന പള്ളിയിൽ ഇരിക്കുന്നു. അപ്പോൾ ഷുഫൈ ചോദിച്ചു, ആരാണത്? അപ്പോൾ എല്ലാവരും പറഞ്ഞത് അബൂ ഹുറൈറ. അറിയില്ല, റസൂലുള്ളാഹിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അനുചരനാണ്, നബി തങ്ങളുടെ കൂടെ കൂടിയ ആളാണ്. അങ്ങനെ ഞാൻ അബൂ ഹുറൈറയുടെ അടുത്തേക്ക് ചെന്നു. ഷുഫൈ പറയാണ്, ഞാൻ അബൂ ഹുറൈറയുടെ അടുത്തേക്ക് ചെന്നു. ഹത്താ ഖഅത്തു ബൈന യദൈഹി, ഞാൻ അദ്ദേഹത്തിൻ്റെ മുമ്പിലിരുന്നു. അദ്ദേഹം ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഹദീസ്. അങ്ങനെ അദ്ദേഹം ഉണ്ടാതിരുന്ന, അദ്ദേഹം ഒറ്റക്കായി എല്ലാവരും പോയപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എനിക്ക് നിങ്ങളൊരു അറിവ് പഠിപ്പിച്ചു തരണം. നിങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലിൽ നിന്ന് പഠിച്ച മനസ്സിലാക്കിയ ഒരു ഹദീസ് എനിക്ക് പഠിപ്പിച്ചു തരണം. ഒരു ഇൽമ കിട്ടണം. നമ്മളൊക്കെ ഇപ്പോൾ അതിനാണല്ലോ ഇരിക്കണത്, റസൂലുള്ളാഹിൽ നിന്ന് കിട്ടുന്ന എന്തെങ്കിലുമൊക്കെ നമുക്ക് പഠിക്കാൻ വേണ്ടി. അപ്പോൾ അബൂ ഹുറൈറ പറഞ്ഞു, അഫ്അൽ, ഞാൻ പഠിപ്പിച്ചു തരാം. ലൗ ഹദ്ദിസന്നക ഹദീസൻ ഹദ്ദസനീഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഖൽതുഹു വഅലിംതുഹു, ഞാൻ പഠിച്ച് ഞാൻ മനസ്സിലാക്കിയ അള്ളാഹുവിൻ്റെ റസൂലിൽ നിന്ന് ഞാൻ കേട്ട ഒരു ഹദീസ് ഞാൻ നിനക്ക് ചൊല്ലിത്തരാം. പിന്നെ പെട്ടെന്ന് അബൂ ഹുറൈറയുടെ ബോധം മറഞ്ഞു. ആ ഹദീസ് ചൊല്ലിക്കൊടുക്കാൻ പറ്റണില്ല. പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ബോധം മറഞ്ഞുപോയി. അപ്പോൾ ഞങ്ങൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്തു. അദ്ദേഹം പറയാണ്, പിന്നെ അദ്ദേഹം ബോധം വന്നു. എന്നിട്ട് വീണ്ടും പറഞ്ഞു, ലൗ ഹദ്ദിസന്നക ഹദീസൻ ഹദ്ദസനീഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂൽ എനിക്ക് ചൊല്ലിത്തന്ന ഒരു ഹദീസ് ഞാൻ നിനക്ക് പറഞ്ഞു തരാം. പിന്നെ അദ്ദേഹത്തിന് പറയാൻ പറ്റുന്നില്ല. അദ്ദേഹം വീണ്ടും ഫി ഹാദൽ ബൈത്ത്, ഇവിടുന്ന് പറഞ്ഞ ഒരു ഹദീസ് എന്ന് പറഞ്ഞിട്ട്, ഞാനും അദ്ദേഹം മാത്രമേ ഉള്ളൂ, ഷുഫൈ പറയണം. അദ്ദേഹം വീണ്ടും ബോധം കെട്ടുപോയി. പിന്നെ അദ്ദേഹം എഴുന്നേറ്റു. പിന്നെയും അദ്ദേഹത്തിന് ഈ ഹദീസ് പറയാൻ കഴിയണില്ല. കാരണം അത്ര പ്രാധാന്യത്തോടു കൂടി അദ്ദേഹം പഠിച്ചൊരു ഹദീസാണ്. അദ്ദേഹത്തെ അത്രത്തോളം പേടിപ്പിച്ചൊരു ഹദീസാണ്. ഞാൻ പറഞ്ഞില്ലേ, ഖുർആൻ ഓതിയിട്ട് ബോധക്ഷയരായി വീണ ആളുകളുണ്ട്, ഹദീസ് കേട്ടിട്ട് പേടിച്ച ആളുകളുണ്ട്. നമ്മുടെ കൽബ് മോശമായതുകൊണ്ടാണ് നമുക്ക് ഈ ഹദീസൊന്നും കേൾക്കുമ്പോൾ ഒന്നും തോന്നാത്തത്. അവരുടെ ഹൃദയം അത്ര ഉയർന്ന ഹൃദയം ആയതുകൊണ്ടാണ് അവർക്ക് ബോധക്ഷയമൊക്കെ വരുന്നത്. അവർ ബോധം മറഞ്ഞു എന്നാണ് പറഞ്ഞത്. അങ്ങനെ അദ്ദേഹത്തെ അദ്ദേഹത്തിന് അത്രത്തോളം പ്രയാസമുള്ളതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ എന്നിലേക്ക് ചാരി ഇരുത്തി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഹദ്ദസനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 3 തവണ ബോധം പറഞ്ഞിട്ട് കേട്ടോ. എന്നിട്ട് പ്രയാസത്തോടെയാണ് ഈ ഹദീസ് പറയുന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ എനിക്ക് പറഞ്ഞു തന്നു, അന്നല്ലാഹ തബാറക വ തആല ഇദാ കാന യൗമുൽ ഖിയാമ യൻസിലു ഇലൽ ഇബാദി ലിയഖ്ളിയ ബൈനഹും വ കുല്ലു ഉമ്മത്തിൻ ജാസിയ ഫഅവ്വലു മൻ യദ്ഉ ബിഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്തിൽ എല്ലാവരെയും വിചാരണ ചെയ്യാൻ വേണ്ടി വരും. എല്ലാവരും മുട്ടിലേഞ്ഞ് നിൽക്കുന്ന സമയമുണ്ടല്ലോ, ആ സമയത്ത് എല്ലാവരും വിചാരണ ചെയ്യാൻ വേണ്ടി ഞരങ്ങുന്ന ഒരു സമയത്ത്, എല്ലാവരും പ്രയാസത്തിലാകുന്ന സമയത്ത് അള്ളാഹു ഖളാഇന് വരും. ആദ്യം അള്ളാഹു വിളിക്കുക ആരെയാണ്? റജുലുൻ ജമഅൽ ഖുർആൻ വറജുലുൻ ഖുതില ഫീ സബീലില്ലാഹ് വറജുലുൻ കസീറുൽ മാലി. 3 ആളുകളാണ് ആദ്യം വിളിക്കുക. അതിലൊന്നാമത്തെ ആൾ ഖുർആൻ പഠിച്ച ആളാണ്. രണ്ടാമത്തെ ആൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഷഹീദായ വ്യക്തിയാണ്. മൂന്നാമത്തെ ആൾ ധാരാളം പണമുള്ള ഒരു സമ്പന്നനാണ്. എന്നിട്ട് ഖുർആൻ ജംഅ ചെയ്ത് ഖുർആൻ പഠിച്ച ആളോട് ചോദിക്കും, അലം ഉഅല്ലിംക മാ അൻസൽതു അലാ റസൂലി, ഞാൻ എൻ്റെ പ്രവാചകൻ്റെ മേൽ അവതരിപ്പിച്ച ഖുർആൻ ഞാൻ നിനക്ക് പഠിപ്പിച്ചു തന്നില്ലേ? ഖാല ബലാ യാ റബ്ബ്, അതെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഖാല ഫമാദാ അമിൽത ഫീമാ ഉല്ലിംത, ഈ പഠിപ്പിക്കപ്പെട്ടതിൽ നീ എന്ത് കർമ്മം ചെയ്തു? ഖുർആൻ കുറേ ഓതിയിട്ട് എന്ത് കർമ്മമാണ് ചെയ്തത്? ഖാല കുൻതു അഖൂമു ബിഹി ആനാ അല്ലൈലി വ ആനാ അന്നഹാർ. അപ്പോൾ അയാൾ പറയും, അല്ലാഹ് ഞാൻ എന്താണ് രാത്രിയും പകലും ഖുർആൻ ഓതി സമയം ചെലവഴിച്ചിട്ടുണ്ട്, അങ്ങനെ പറയും. അപ്പോൾ അള്ളാഹു പറയും, കദബ്ത, നീ നുണയാണ് പറഞ്ഞത്, പച്ചക്കള്ളമാണ്. വതഖൂലു ലഹുൽ മലായിക കദബ്ത, മലക്കുകളും പറയും നുണ പറഞ്ഞു, കള്ളനാണ്.
അള്ളാഹ് പറയും ബൽ അറത്ത യുഖാൽ ഇന്ന ഫുലാനൻ ഖാരി, നീ ഒരു ഖാരി ആണ് എന്ന ആളുകൾ ഇങ്ങനെ പറയണം. അയാൾ നല്ലൊരു ഖാരിയാണ്, അയാൾ നല്ല പണ്ഡിതനാണ്, അയാൾ ഖുർആനൊക്കെ പഠിച്ചിട്ടുണ്ട് എന്ന ആളുകൾ ഇങ്ങനെ പറയണം എന്ന് വിചാരിച്ചിട്ടാണ് നീ ചെയ്തത്, അതുകൊണ്ട് നീ പറഞ്ഞത് നുണയാണ് എന്ന് അള്ളാഹു പറയും. രണ്ടാമത്തെ ആൾ പണക്കാരനെ കൊണ്ടുവരും. അയാളോട് അല്ലാഹു ചോദിക്കും അലം വസ്യലൈക ഹത്താലം അദഅക തഹ്താജു ഇലാ ഹദിൻ, വേറെ ഒരാളിലേക്കും ആവശ്യമില്ലാത്ത രൂപത്തിൽ ഞാൻ നിനക്ക് പണം വിശാലമാക്കി തന്നില്ലയോ? അതേ അള്ളാഹുവെ തന്നിട്ടുണ്ട്. അപ്പോൾ നീ എന്താണ് ഞാൻ തന്ന പണം കൊണ്ട് അമലെടുത്തത്? അപ്പോൾ അദ്ദേഹം പറയും, അല്ലെങ്കിൽ ആ മനുഷ്യൻ പറയും, കുൻതു അസിലുർ റഹീം, ഞാൻ കുടുംബബന്ധം ചേർത്തിരുന്നു, വതസദ്ദഖ്, ഞാൻ കുറേ സദഖ കൊടുത്തിരുന്നു. അപ്പോൾ അള്ളാഹു അയാളോട് പറയത്തരെ കദബ്ത, നീ പറഞ്ഞതും കള്ളമാണ്. മലക്കുകളും പറയും നീ പറഞ്ഞത് നുണയാണ്. കാരണം ആളുകൾ ഇങ്ങനെ പറയണം, അയാൾ നല്ല കൊടുക്കണ ആളാണ്, അയാൾ അടുത്ത് പോയാൽ കിട്ടും എന്നെല്ലാവരും പറയണം. ഫുലാനുൻ ജവാദ് എന്ന് പറയണം. അത് ആളുകൾ പറഞ്ഞു കഴിഞ്ഞു, ഇനി എനിക്കിവിടെ ഒന്നുമില്ല എന്ന് അള്ളാഹു പറയും. പിന്നെ ആ ഷഹീദിനെ വിളിച്ചു ചോദിച്ചു, ആരുടെ മാർഗത്തിലാണ് നീ കൊല്ലപ്പെട്ടത്, എന്തിനാണ് കൊല്ലപ്പെട്ടത്? അള്ളാഹു നിൻ്റെ മാർഗത്തിൽ ഞാൻ കൊല്ലപ്പെട്ടു. അപ്പോൾ നീ പറഞ്ഞത് നുണയാണടാ, നീ അത് ചെയ്തത് ആളുകൾ നിന്നെ വലിയൊരു ധീരനായി മനസ്സിലാക്കാനൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പോൾ നീയത്ത് കൊണ്ട് 3 പ്രധാനപ്പെട്ട കർമ്മത്തിൻ്റെ ആളുകൾ നരകത്തിൽ പോയി. ആദ്യം നരകത്തിൽ പോണ 3 ആളുകൾ കള്ളുടിച്ചവനല്ല, വ്യഭിചരിച്ചവനല്ല, തോന്നിയാസം ചെയ്തവനല്ല, നീയത്ത് മോശമായവനാണ്. ആദ്യം നരകത്തിൽ പോവുക ചിലപ്പോൾ ആലിമേക്കാരം, പണ്ഡിതനേക്കാരം. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു നമ്മുടെ നീയത്ത് നന്നാക്കി തരട്ടെ. ചിലപ്പോൾ നിസ്കരിച്ചവരേക്കാരം ഫസ്റ്റ് നരകത്തിൽ പോവുക, കാരണം നീയത്ത് മോശമായിരുന്നു. കൽബിൻ്റെ ഉള്ളിൽ വൃത്തികെട്ട മോശപ്പെട്ട ചിന്തകളായിരുന്നു ഉണ്ടായിരുന്നത്. അത് ഒരാളുടെ കർമ്മത്തെ നന്നായി ബാധിക്കും. ഇതന്നെയാണ് നീയത്തോണ്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അയാൾക്ക് ലഭിക്കുന്ന പ്രത്യാഘാതം, അയാളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ അപകടം എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഫുളൈൽ ബിൻ ഇയാദ് പറഞ്ഞു, ഇന്ന ലില്ലാഹി ഇബാദൻ ലാ യുർഫഉ ലഹും മിനല്ലാഹി അമലുൻ, അള്ളാഹുവിന് ചില അടിമകളുണ്ട്, അവരുടെ ഒരു കർമ്മവും അള്ളാഹുവിലേക്ക് ഉയരുകയില്ല. വഹും അസ്ഹാബുർ റിയാ, അവർ ആളുകളെ കാണിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. അല്ലദീന യകൂനു ഹബ്ബുഹും ഫീ ഗൈരി ഹബ്ബില്ലാ, അവരുടെ ഇഷ്ടം അള്ളാഹിൻ്റെ ഇഷ്ടത്തിനെതിരായിരിക്കും, അല്ലെങ്കിൽ അതിന് ഓപ്പോസിറ്റ് ആയിരിക്കും, അതല്ലാത്തതായിരിക്കും. ഇന്നു അത്തൂറു, അവർക്ക് എന്തെങ്കിലും കിട്ടിയാൽ ആശ്വാസമായി. വൈൻ മുനിഉ സഖിതു, അവർക്ക് എന്തെങ്കിലും കിട്ടിയിട്ടില്ലെങ്കിൽ ഭയങ്കര ദേഷ്യം വരും. ഫമൻ കാന കദാലിക വറസഹുല്ലാഹുൽ അമ, അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവന് അള്ളാഹു അന്ധത നൽകിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ ഇത് വലിയൊരു കാര്യമാണ്. ഇഖ്ലാസ് ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതം മുഴുവൻ, നമ്മുടെ കർമ്മം വെറുതെ പായായി പോവും. നമ്മുടെ നോമ്പ് പായായി പോവും, നമ്മുടെ നിസ്കാരം പായായി പോവും. വെറുതെ ചെയ്തിട്ട് ശരീരം ഇളക്കിയിട്ട് എന്താ കാര്യം, പട്ടിണി കിടന്നിട്ട് എന്താ കാര്യം? അപ്പോൾ നമ്മൾ ചെയ്യുന്നതെല്ലാം ആത്മാർത്ഥമായി റബ്ബിന് മാത്രമാവുക, വേറെ ആരെയും ലക്ഷ്യം വെക്കാതിരിക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്. ഇനി നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, എങ്ങനെ ഒരാൾക്ക് ഇഖ്ലാസ് കിട്ടും, എങ്ങനെ ഒരാൾ റിയായിനെ തടയാൻ പറ്റും. അതായത് നമ്മുടെ മനസ്സിലൊക്കെ വരുമല്ലോ, ഒരാൾ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ എടുത്ത് നമ്മൾ ബഹുമാനിക്കുന്ന, നമ്മൾ സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ കർമ്മം കാണണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന, അങ്ങനെ ഒരു ആഗ്രഹം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അയാൾ വന്നാൽ തിരക്കേടില്ല, നമ്മൾ നിസ്കരിക്കാനൊക്കെ നോക്കുകയാണെങ്കിൽ ഞാൻ ഖുർആൻ ഓതുന്ന അയാൾ മനസ്സിലാക്കിക്കോട്ടെ, ഞാൻ കുറേ സ്വതക്കം എടുക്കുന്നുണ്ട് അയാൾ മനസ്സിലാക്കിക്കോട്ടെ എന്നൊക്കെ വിചാരിക്കും. ഇതെങ്ങനെ നമുക്ക് മനസ്സിന് തടുക്കാൻ പറ്റും, എങ്ങനെ ഇതിനെ കളയാം? അതിനൊന്നാമത്തെ വഴി, ആദ്യത്തെ വഴി, ഇഖ്ലാസ് ഉണ്ടാക്കി തരാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. ഫസ്റ്റ് വഴി അതാണ്. അള്ളാഹിനോട് എപ്പോഴും സഹായം ചോദിക്കുക. അള്ളാഹു, എൻ്റെ മനസ്സ് മോശമാണ്, എൻ്റെ മനസ്സിൽ പല ദുഷ്പ്രേരണകളും പിശാചിൻ്റെ ഭാഗത്തുനിന്നും എൻ്റെ ശരീരത്തിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടല്ലോ, ഇബ്ലീസു വദ്ദുന്യ വനഫ്സി വൽഹവ, ഇബ്ലീസും ദുനിയാവും എൻ്റെ ശരീരവും എൻ്റെ ദേഹേച്ഛകളൊക്കെ ചുറ്റും ശത്രുക്കളെ പോലെ ഉണ്ട്, എൻ്റെ മനസ്സ് മോശമാണ് അല്ലാഹ്. അപ്പം എനിക്ക് നീ എൻ്റെ മനസ്സ് വൃത്തിയാക്കി തരണേ എന്ന് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്താണ് ഒന്നാമത്തെ വഴി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരുന്നു, റിയാഇനെ സൂക്ഷിക്കാൻ പറഞ്ഞിരുന്നു. യാ അയ്യുഹന്നാസ് ഇത്തഖൂ ഹാദശ്ശിർക ഫഇന്നഹു അഖ്ഫാ മിൻ ദബീബിൻ നംൽ. ഉറുമ്പ് അരിക്കുന്നത് എത്ര
എത്ര ഗോപ്യമായിട്ടാണ് നമ്മൾ കാണുമോ? നമ്മളതിൽ കൂടെ ഒരു ഉറുമ്പ് പോകണമെങ്കിൽ ഇല്ല, അതിനേക്കാൾ ഗോപ്യമായിട്ടാണ് ശിർക്ക് വരിക, നമ്മുടെ കർമ്മങ്ങളിൽ ശിർക്ക് വരിക. അപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലെ എങ്ങനെ ഇപ്പോൾ ഞങ്ങളിത് സൂക്ഷിക്കുക? ഉറുമ്പ് വരുന്നേ നമ്മൾ കാണൂല, അപ്പോൾ അതിനേക്കാൾ ഗോപ്യമായിട്ട് ഞങ്ങൾക്ക് എങ്ങനെ, അതിന് ഞങ്ങൾ എങ്ങനെയാണ് പ്രൊട്ടക്ഷൻ നേടുക? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ഖൂലു, നിങ്ങൾ പ്രാർത്ഥിക്കണം, അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നാ നഊദു ബിക മിൻ അൻ നുശ്രിക ബിക ശൈഅൻ നഅലമുഹു വനസ്തഗ്ഫിറുക ലിമാ ലാ നഅലം. അല്ലാഹുവേ, അറിഞ്ഞുകൊണ്ട് ഇതിൽ ഞങ്ങൾ പങ്കുവെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അതിൽ നിന്ന് നിന്നോട് പൊറുക്കലിനെ തേടുന്നു, അറിയാത്തത് അതിൽ നിന്ന് ഞങ്ങൾ ശരണം തേടുന്നു, അറിഞ്ഞുകൊണ്ട് ഞങ്ങൾ നിന്നെ ശിർക്ക് വെക്കുന്നതിൽ നിന്ന് ശരണം തേടുന്നു. അറിഞ്ഞുകൊണ്ട് അങ്ങനെ ഞങ്ങളെ മനസ്സ് തോന്നിപ്പിക്കല്ലേ, അറിയാതെ ചെയ്തതിൽ നിന്ന് ഇസ്തിഗ്ഫാർ ചെയ്യുന്നു എന്ന്, പൊറുക്കലിനെ തേടുന്നു. ഒന്നുകൂടിയും പറയാം, അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക അൻ നുശ്രിക ബിക ശൈഅൻ നഅലമുഹു വനസ്തഗ്ഫിറുക ലിമാ ലാ നഅലമു. അല്ലാഹുവേ, അറിഞ്ഞുകൊണ്ട് നിന്നിൽ എന്തെങ്കിലും പങ്കു ചേർക്കുന്നതിനെ ഞങ്ങൾ ശരണം തേടുന്നു, അറിയാതെ ഞങ്ങളിൽ നിന്ന് വന്നു പോകുന്നതിൽ നിന്ന് ഞങ്ങൾ പൊറുക്കലിനെ തേടുന്നു. ഇതെപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കണം. ശിർക്കില്ലാത്തൊരു ജീവിതം, തൗഹീദുള്ള ഇഖ്ലാസുള്ളൊരു ജീവിതം. ഒരു കഥ, ഇത് ഞാൻ ഫൈസൽ മൗലവി ഉസ്താദ് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഈ കഥ ഒരാൾ പറയാണ്, ഞാൻ എപ്പോഴും ജുമുഅ ജമാഅത്തിന് നേരത്തെ പോകുമായിരുന്നു. ജുമുഅ ജമാഅത്തിന് നേരത്തെ പോകുമായിരുന്നു. ഒരുപാട് കാലൻ്റെ പതിവാണത്. എപ്പോഴും ജുമുഅക്ക് ഞാൻ നേരത്തെ ചെല്ലും. എല്ലാ വെള്ളിയാഴ്ചയും നേരത്തെ പള്ളിയിലുണ്ടാവും ഞാൻ. ഒരു ദിവസം എൻ്റെ ഒരു അയൽവാസി മരിച്ചു. അപ്പോൾ ഞാൻ ജനാസ പങ്കെടുക്കാനും അതിനൊക്കെ വേണ്ടി റെഡിയാക്കാനൊക്കെ വേണ്ടി കുറച്ച് സമയം ഞാൻ അങ്ങോട്ട് കൊടുത്തു. ജുമുഅ ഇഷ്ടപ്പെട്ടൊന്നുമില്ല. ഞാൻ ജുമുഅക്ക് പള്ളിക്ക് വന്നു. ഞാൻ പള്ളിക്ക് എത്തിയപ്പോൾ എൻ്റെ മനസ്സ് എന്നോട് പറഞ്ഞു, ചിലപ്പോൾ ആളുകൾ നിൻ്റെ സമയം എവിടെ പോയി എന്ന് അറിയാലോ. ആളുകൾ വിചാരിക്കുന്നത് എന്ന് ഫസ്റ്റ് ഓഫിലുള്ള ആൾ ഇന്ന് ഫസ്റ്റ് ഓഫിൽ കാണുന്നില്ല. അപ്പോൾ ആളുകൾ എന്താണ് എന്നെക്കുറിച്ച് വിചാരിക്കുക എന്നൊരു പ്രയാസം എനിക്കുണ്ടായി എന്നാണ്. അയാൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ അയാൾ പറഞ്ഞു, ഫഖുൽതു ലിനഫ്സി, ഞാൻ എൻ്റെ മനസ്സിനോട് പറഞ്ഞു, അറാക്കി മുറാഇയതൻ മുൻദു സലാസീന സന, 30 കൊല്ലമായിട്ട് ഞാൻ ചെയ്യണ പണിയാണിത്. 30 കൊല്ലവും നീ ചെയ്തത് ഇഖ്ലാസോടെ അല്ല, 30 കൊല്ലവും നീ ചെയ്തത് റിയാവോടെയാണ്. കാരണം മനസ്സിൻ്റെ ഉള്ളിൽ ഈ ദോഷം ഉണ്ടായിരുന്നു. അതെപ്പോഴാണ് പുറത്തേക്ക് വന്നത്? ഒരു ദിവസം വൈകിയപ്പോൾ മനസ്സിന് പ്രയാസം, ആളുകൾ എന്താ വിചാരിക്കുക. ഇതിന്നൊക്കെ എങ്ങനെ നമ്മൾ രക്ഷപ്പെടുക? പ്രാർത്ഥിക്കാതെ എങ്ങനെയാണ് നമ്മൾ രക്ഷപ്പെടുക? അതുകൊണ്ട് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ഈ വിഷയത്തിൽ പ്രാർത്ഥിക്കുക. നീയത്ത് നന്നാക്കി തരണേ എന്ന് പ്രാർത്ഥിക്കുക. എപ്പോഴും അള്ളാഹുവേ, എൻ്റെ മനസ്സ് നിൻ്റെ കയ്യിലാണ്, അതിൻ്റെ കുടുംബം നിൻ്റെ കയ്യിലാണ്. അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹ വസക്കിഹ അൻത ഖൈറു മൻ സക്കാഹ അൻത വലിയുഹ വ മൗലാഹ എന്ന് അള്ളാഹിനോട്, അള്ളാഹുവേ, എൻ്റെ നഫ്സിന് നീ തഖ്വ തരണേ, നീ അതിനെ പരിശുദ്ധീകരിക്കണേ എന്ന് പ്രാർത്ഥിക്കുക. രണ്ടാമത്തെ ഒരു മാർഗം, നമ്മളുടെ ഹൃദയത്തെയും അവയവത്തെയും അള്ളാഹ്ക്ക് വേണ്ടി മാത്രം ഇബാദത്ത് ചെയ്യിപ്പിക്കുക, അള്ളാഹിൻ്റെ അടിമയാക്കുക. എൻ്റെ ഹൃദയം, എൻ്റെ അവയവങ്ങൾ മുഴുവൻ അള്ളാഹ്ക്ക് വേണ്ടിയായിരിക്കും എന്ന് നമ്മളാണ് ഉറപ്പിക്കുക. എപ്പോഴും നമ്മുടെ മനസ്സുകൊണ്ട് ഉറപ്പിക്കുക. ഞാൻ എൻ്റെ കൈ, എൻ്റെ കാല്, എൻ്റെ ഉള്ളിലും പുറത്തുമുള്ളതായ പ്രത്യക്ഷവും പരോക്ഷവുമായ എല്ലാ അവയവങ്ങളും ഞാൻ അള്ളാഹിൻ്റെ അടിമയാക്കുകയാണ്. ഒരിക്കലും വേറൊരു ലക്ഷ്യം എനിക്കില്ല. എൻ്റെ കൈ പ്രവർത്തിക്കുന്ന അള്ളാഹ്ക്ക് വേണ്ടി മാത്രമായിരിക്കും, എൻ്റെ കാല് പ്രവർത്തിക്കുന്ന അള്ളാഹ്ക്ക് വേണ്ടി മാത്രമായിരിക്കും, എൻ്റെ ചുണ്ട്, എൻ്റെ നാവ്, എൻ്റെ ഹൃദയം എല്ലാം അള്ളാഹ്ക്ക് വേണ്ടി മാത്രമാണെന്നാണ് ഉറപ്പിക്കുക. അപ്പം നമുക്ക് ഇഖ്ലാസ് കിട്ടും. അതിനുവേണ്ടിയാണ് പരിശീലിക്കുക. എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുമ്പോൾ അള്ളാഹ്ക്ക് വേണ്ടി ചെയ്യുക. ആളുകൾ കാണുക കാണാത്തത് വേറെ വിഷയം. ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന ആളുകൾ കാണും, ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന ആളുകൾ കാണൂല. അത് നമ്മുടെ വിഷയമല്ല. ആളുകൾ പുകഴ്ത്താതിരിക്കുക നമ്മുടെ വിഷയമല്ല. ചില ആളുകൾ നമ്മൾ വന്നിട്ട്, മോശമായിട്ടോ, നിങ്ങൾ ക്ലാസ് തീരെ പോരാ, വളരെ മോശമായി, അപ്പം എനിക്ക് വിഷമം ഉണ്ടാവാനും പാടില്ല. ഒരാൾ വന്നിട്ട് ഭയങ്കര ഉഷാറായി, അടിപൊളി സംഭവമാണ് കേട്ടോ പറഞ്ഞാൽ പൊങ്ങാനും പാടില്ല. ഇതൊന്നും നമ്മുടെ വിഷയമാകരുത്. നമ്മുടെ വിഷയം അള്ളാഹ് മാത്രമായിരിക്കണം. തെറ്റുണ്ടെങ്കിൽ തിരുത്തി ഇങ്ങനെ മുന്നോട്ട് പോവുക, എൻ്റെ റബ്ബെന്നെ കാണുന്നുണ്ട് എന്നുള്ള മാത്രമായിരിക്കണം. അതൊരാൾക്ക് എത്തിപ്പെടാൻ പറ്റിയാൽ അത് മാത്രം. പുകയത്തലുകൊണ്ട് അമിതമായി നമ്മൾ സന്തോഷിക്കും വേണ്ട, ഇകത്തലുകൊണ്ട് ദുഃഖിക്കും വേണ്ട. ഇകത്തൽ നമ്മൾ സത്യാവസ്ഥ ഉണ്ടെങ്കിൽ നേരാക്കുക എന്നല്ലാതെ
അള്ളാഹ്ക്ക് വേണ്ടി മാത്രം ചെയ്യുന്നൊരവസ്ഥയിലേക്ക് നമ്മൾ നമ്മുടെ ശരീരത്തെ പരിശീലിപ്പിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ മാർഗം. പിന്നെ നമ്മുടെ മനസ്സിന് അതുകൊണ്ടുണ്ടാകുന്ന അപകടങ്ങളെ ഇടയ്ക്കിടയ്ക്ക് ആലോചിക്കുക. അപ്പോൾ അയാൾക്ക് അതുകൊണ്ട് ഇഖ്ലാസ് കിട്ടും. യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഇയ്യാക്കും വശിർക്ക സറായിർ, നിങ്ങൾ ആ രഹസ്യ ശിർക്കുകളെ നിങ്ങൾ പേടിക്കണം കേട്ടോ. ഖാലു യാ റസൂലല്ലാഹ്, അപ്പോൾ അവർ ചോദിച്ചു, അല്ലാഹുവിൻ്റെ റസൂലേ, മാ ശിർക്കു സറായിർ, എന്താണ് ഈ രഹസ്യത്തിലെ ശിർക്ക്? അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, യഖൂമുർ റജുലു, ഒരാൾ എഴുന്നേറ്റ് നിന്നു, ഫയുസല്ലി, അയാൾ നിസ്കരിക്കുകയാണ്, ഫയുസയ്യിനു സ്വലാത്തഹു ജാഹിദ, അയാൾ ഇങ്ങനെ നിസ്കാരത്തെ ഭയങ്കര ഉഷാറാക്കി നിസ്കരിക്കുകയാണ്, പരിശ്രമിക്കുകയാണ്, ലിമാ യറാ മിൻ നദരിന്നാസി ഇലൈഹി, ജനങ്ങൾ ഇങ്ങനെ നോക്കുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് ഓത്തൊക്കെ നന്നാക്കുക. ഫദാലിക ശിർക്കു സറായിർ, അതാണ് ഈ രഹസ്യങ്ങളിൽ വരുന്ന ശിർക്ക് എന്ന്. നമ്മൾ ഈ ഏലസെട്ടലും മറ്റിനൊക്കെ അപ്പുറത്ത് ഉള്ളിൽ കുറേ ശിർക്കുണ്ടല്ലോ, അത് നന്നാക്കുക എന്നുള്ളത്. എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ഖുവഫ മാ ഖാഫു അലൈക്കും ശിർക്കുൽ അസ്ഗർ, ഞാൻ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പേടിക്കുന്നത് ശിർക്കുൽ അസ്ഗർ ആണ്. അശ്ശിർക്കുൽ അസ്ഗർ അതെന്താണ്? റിയാ, ആളുകളെ കാണിക്കാൻ വേണ്ടി ചെയ്യാം. പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം കൊടുക്കുന്ന സമയത്ത് ഇവരോട് പറയുമത്ര, ഇദ്ഹബൂ ഇലല്ലദീന കുൻതും തുറാഊന ഫിദ്ദുനിയ, നിങ്ങൾ ദുനിയാവിൽ ആർക്ക് വേണ്ടിയാണോ കർമ്മങ്ങൾ ചെയ്തിരുന്നത് അവരെ പോയി കാണിക്കും. ഫൻദുറൂ ഹൽ തജിദൂന ഇൻദഹും ജസാഅ, അവരുടെ അടുത്ത് നിങ്ങൾക്ക് വല്ല പ്രതിഫലമുണ്ട് എന്ന് നോക്കിക്കോളിയെന്ന്. ചെന്ന് നോക്കിക്കോളി. എൻ്റെ അടുത്ത് ഒന്നുമില്ല, അള്ളാഹിൻ്റെ അടുത്ത് ഒന്നുമില്ല എന്നുള്ള പറയും. ഒന്നുമില്ല ഇവിടെ, നിങ്ങൾ ആരെ കാണിച്ചെന്ന് അവരെ പോയി കാണിച്ചോളിയും എന്ന് പറയും. അങ്ങനെ നമ്മളെ നാണം കെടുത്തും, അതുണ്ടാകരുത്. യാ അല്ലാഹ്, അപ്പോൾ ഈ നമ്മൾ കുറേ കള്ളുടിക്കുന്നതിനേക്കാളും മോശമായിരിക്കും ചിലപ്പോൾ ഈ തിന്മ, റിയാ എന്ന് പറഞ്ഞ തിന്മ. അത് രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ അള്ളാഹിനോട് പ്രാർത്ഥിക്കാൻ വേണം. ഞാൻ പറഞ്ഞല്ലോ, ഇത് നാവുകൊണ്ട് പറയാൻ വളരെ എളുപ്പമാണ്, നമുക്ക് റിയാ ഉണ്ടാകരുത്, നമ്മൾ ആർക്കും വേണ്ടി ഒന്നും ചെയ്യരുത് എന്നൊക്കെ പറയാൻ എളുപ്പമായിരിക്കാം. പക്ഷേ അതാണ് പരിശീലിക്കണം, പഠിച്ച് പരിശീലിക്കണം. എങ്ങനെയാണ് എൻ്റെ റബ്ബിന് വേണ്ടി മാത്രം ചെയ്യുക. നമ്മളെപ്പോഴും അള്ളാഹുവിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്, നിങ്ങൾ റബ്ബിനെ കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് ആലോചിക്കണം. നമ്മുടെ റബ്ബ് അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷിക്കുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല സ്നേഹിക്കുന്നു, അല്ലാഹു തൃപ്തിപ്പെടുന്നു, അല്ലാഹു വെറുക്കുന്നു. ഓരോ ദിവസവും ഓരോ വ്യക്തികളെ അള്ളാഹ് ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മുടെ നഫ്സിൽ തന്നെ അള്ളാഹ് ചെയ്യുന്ന കാര്യങ്ങൾ ആലോചിച്ച്, മാലിക്കായ റബ്ബിനെ ഇടയ്ക്കിടയ്ക്ക് ആലോചിച്ച് അള്ളാഹിനെ മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ അള്ളാഹുമായിട്ട് കൂടുതൽ അടുക്കും. വേറെ ആളുകളെ മനസ്സിൽ നിന്ന് ഒഴിവാക്കും. ഞാൻ ആ വിഷയം പറഞ്ഞാൽ നമ്മൾ വേറെ ഇതിലേക്ക് പോകും. നമ്മൾ ഇഖ്ലാസിന് കിട്ടുന്ന ഏറ്റവും വലിയൊരു മാർഗ്ഗം ഇന്ന് വായിച്ചതാണ്. ഇന്ന് ഞാൻ ഉസ്താദിൻ്റെ കൂടെ വായിച്ചൊരു കാര്യം പറഞ്ഞാൽ, ഇന്ന് വളരെ പ്രധാനപ്പെട്ടൊരു ഭാഗം, ഏത് സൃഷ്ടികളിൽ നിന്ന് നമ്മളെ മനസ്സിനെ ഒഴിവാക്കാൻ പറ്റുന്ന ഏത് മനുഷ്യന്മാരാകട്ടെ, അവരിൽ നിന്ന് നമ്മളെ കൽബിനെ മുറിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ, അവർക്ക് നമ്മൾക്ക് ഒന്നും ചെയ്തു തരാൻ കഴിയില്ല. ആർക്കും ഒന്നും ചെയ്തു തരാൻ കഴിയില്ല. ഒരു സൃഷ്ടിക്കും നമ്മളൊന്നും ചെയ്യാനും, നമുക്കൊരു ഉപകാരം ചെയ്യാനോ ഉപദ്രവം ചെയ്യാനോ പറ്റൂല. ആരെങ്കിലും നമ്മൾക്ക് എന്തെങ്കിലും ചെയ്തു തരാൻ വിചാരിച്ചോളേ, അത് ഓല ഗുണത്തിനാണ് ഓല് ചെയ്യണത്. സത്യമാണ്. ആര് നമ്മൾക്ക് എന്ത് ചെയ്തെന്നാലും നമ്മുടെ ഗുണത്തിനല്ല ചെയ്തു തരുന്നത്, ഓല ഗുണത്തിനാണ്. എല്ലാ മനുഷ്യർക്കും അവനവൻ്റെ കാര്യമാണ് ഏറ്റവും വലുത്. ഒരാൾ ഇനിയിപ്പോൾ ഏറ്റവും ഇഖ്ലാസുള്ള ഒരു വ്യക്തി നമുക്ക് നല്ലൊരു കാര്യം തന്നാലും അയാളുടെ മനസ്സിൽ പോലും എന്താണ്, കൂലി കിട്ടണം എന്നുള്ളതാണ് പഠിച്ചവൻ്റെ അടുത്ത്. അപ്പോഴും അയാൾക്കൊരു ലക്ഷ്യമുണ്ട്. അയാളുടെ ഒന്നാമത്തെ ലക്ഷ്യം നീയല്ല, അയാളുടെ ഒന്നാമത്തെ ലക്ഷ്യം അയാൾ തന്നെയാണ്. അള്ളാഹ്ക്ക് മാത്രമേ ഒന്നും പ്രതീക്ഷിക്കാതെ നമുക്ക് എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റുള്ളൂ. അപ്പോൾ അള്ളാഹിലേക്ക് മാത്രം തിരിയുക. അള്ളാഹ് നമുക്ക് എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചിട്ടാ നമ്മൾ നിസ്കരിച്ചുകൊണ്ട് പഠിച്ചവന് കുറച്ചും കൂടിയും അള്ളാഹിൻ്റെ മുൽക്കിയത്തിൽ കൂടി ഇല്ല, ഒരിക്കലും ഇല്ല. യാ ഇബാദി ലൗ അന്ന അവലക്കും ആഖിറക്കും വഇൻസക്കും വജിന്നക്കും കാനു അലാ അത്ഖാ ഖൽബി റജുലി വാഹിദിൻ മിൻകും മാ സാദ ദാലിക ഫീ മുൽക്കി ഷൈഅ. എൻ്റെ അടിമകളെ, നിങ്ങൾ ആദ്യക്കാരനും അവസാനക്കാരനും ജിന്നുകളും മനുഷ്യന്മാരും എല്ലാവരും ഏറ്റവും നല്ല തഖ്വയുള്ള ആളെ ഹൃദയത്തിലാണെങ്കിലും അള്ളാഹ്ക്ക് ഒന്നും കൂടാല്ല. ഒന്നും പ്രതീക്ഷിക്കാതെ നമുക്ക് ചെയ്തു തരാൻ അള്ളാഹ്ക്ക് മാത്രമേ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മൾ മനസ്സെപ്പോഴും അള്ളാഹിനെ മാത്രം ബന്ധപ്പെടുത്തുക. ബാക്കി ആരാണെങ്കിലും അയാളുടെ ഒന്നാമത്തെ പ്രതീക്ഷ അയാൾ തന്നെ ഇരിക്കും. ഒന്നും പ്രതീക്ഷിക്കാതെ നമുക്ക് അള്ളാഹ്ക്ക് അതിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല.
എന്നിട്ടും അള്ളാഹ് നമുക്ക് അള്ളാഹിൻ്റെ ഫضل, അള്ളാഹിൻ്റെ ജൂദ് കൊണ്ട്, അള്ളാഹിൻ്റെ ഔദാര്യം കൊണ്ട് നമ്മളെങ്ങനെ കഴിച്ചിലാക്കി പോരാണ്. അപ്പോൾ അള്ളാഹിലേക്ക് നമ്മൾ മനസ്സനടുത്താൽ ഭയങ്കര നന്നായിരിക്കും എന്നാണ് പറയാനുള്ളത്. ഹമ്മാദ് ബിൻ ഉസൈദ് എന്നവരെ പറ്റി പറയലുണ്ട്. അദ്ദേഹം വലിയ ഹദീസ് പണ്ഡിതനാണ്. അദ്ദേഹത്തിൻ്റെ ഉസ്താദ് ഖാൻ അയ്യൂബ് റുബ്ബമ ഹദ്ദസൽ ഹദീസ്, ചിലപ്പോൾ ഹദീസ് ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ഫയരീഖ്, അദ്ദേഹത്തിന് ചിലപ്പോൾ കരച്ചിൽ വരും. ഫയൽത്തഫിത്ത് ഫയത്തമഖത്ത്, എന്നിട്ട് അദ്ദേഹം തിരിഞ്ഞ് ആരും കാണാതെ തിരിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ മൂക്കിറക്കുന്നത് പോലെ അദ്ദേഹം ചെയ്യും. ഫയഖൂൽ മാ അശദ്ദ സുഖാം, എന്തല്ലേ എന്തൊരു ജലദോഷമാണ് അറിയും. കാരണം അദ്ദേഹം കരയണ ആരും കാണാതിരിക്കാൻ വേണ്ടിയിട്ട് എന്നുള്ളതാണ്. അവരൊക്കെ അങ്ങനെയേനു, മുൻഗാമികളൊക്കെ അങ്ങനെയേനു. യാ അല്ലാഹ്, എല്ലാവരുടെ മനസ്സിലും ഇതുണ്ടാകാം. അപ്പം അതിനുവേണ്ടി അതിനെ പിഴുതെറിയാൻ വേണ്ടി പരിശ്രമിക്കാം. പിന്നെ ജനങ്ങളുടെ വിഷയത്തിൽ നമുക്കൊരു കൊതി ഉണ്ടാകരുത്. ഫിൽ മഖ്ലൂഖീൻ വലാ യൽതഫിത ഇലാ മദ്ഹിഹിം, അവരുടെ പുകഴ്ത്തലിലേക്ക് തിരിഞ്ഞു നോക്കുകയേ ചെയ്യരുത്. അവർ ചിലപ്പോൾ പുകഴ്ത്തും, ചിലപ്പോൾ ഇകഴ്ത്തും. ഇന്ന് നമ്മളെ ഇഷ്ടമുള്ള ആൾക്ക് നാളെ നമ്മളെ ഇഷ്ടം ഉണ്ടാവില്ല. ഇന്ന് നമ്മളെ വെറുത്ത ആൾ നാളെ നമ്മളെ ഇഷ്ടപ്പെടും. അതൊക്കെ ഉണ്ടാവും. ജനങ്ങളുടെ വിഷയത്തിൽ ജനങ്ങളുടെ കയ്യിലുള്ളതിനോട് കൊതി തോന്നരുത്. 2 കാര്യം കൊണ്ട് മാത്രമേ അത് നമുക്ക് നേടിയെടുക്കാൻ പറ്റുള്ളൂ. ഒന്ന് ക്ഷമ വേണം, നല്ല ക്ഷമ വേണം. പിന്നെ അള്ളാഹുവിൽ നല്ല യഖീനും വേണം. ക്ഷമ വേണം, യഖീനും വേണം. പിന്നെ അതേപോലെ തന്നെ അള്ളാഹിനെ നന്നായി മനസ്സിലാക്കണം. ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, അള്ളാഹാണ് നമുക്ക് എല്ലാം ചെയ്തു തരുന്നത്. സൃഷ്ടികളെ കൊണ്ട് ഒന്നും ചെയ്തു തരാൻ കഴിയില്ല. നമുക്ക് എന്താണ് നന്മ എന്ന് നമുക്കറിയില്ലെങ്കിൽ മറ്റുള്ളവർക്ക് എന്തായാലും അറിയില്ല നമ്മുടെ നന്മ എന്താണ്. അതുകൊണ്ട് നമ്മളെ നന്മ മുഴുവൻ പടച്ചവനെ അറിയുള്ളൂ എന്ന് മനസ്സിലാക്കി നമ്മളത് ചെയ്യുക, ക്ഷമ കൊണ്ട് നേടിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും നല്ല മുഖ്ലിസായി ജീവിക്കാൻ നമ്മൾക്ക് സാധിക്കണം എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഒരിക്കലും ആളുകളെ കാണിക്കാൻ വേണ്ടി ഒന്നും നമ്മൾ പറയണ്ട, ഒന്നും നമ്മൾ ചെയ്യണ്ട. നമ്മളെപ്പോഴും നമ്മുടെ രഹസ്യവും പരസ്യവും വൃത്തിയാക്കി അള്ളാഹ്ക്ക് വേണ്ടി മാത്രം പ്രവർത്തിച്ചാൽ അള്ളാഹു നമ്മളെ സ്വീകരിക്കുക തന്നെ ചെയ്യും എന്ന് നമ്മൾ മനസ്സിലാക്കുക. വേറെ ആരുടെ പുകഴ്ത്തലിലേക്കും നമ്മൾ നോക്കണ്ട, ഇകഴ്ത്തലിലേക്കും നോക്കണ്ട. വേറൊരു മാർഗ്ഗമുള്ളത് നമ്മളെ കർമ്മങ്ങൾ മറച്ചു വെക്കുക. അപ്പോൾ ഇഖ്ലാസ് എല്ലാവരും എല്ലാം മറച്ചു വെക്കാനൊന്നും പറ്റില്ല, പക്ഷേ പരമാവധി മറച്ചു വെക്കുക. അതിപ്പോൾ ഇനി ലാഹിറാണെങ്കിലും മറച്ചു വെക്കാനൊക്കെ പറ്റും. നമ്മളെ ഉദ്ദേശം എന്താണ്? നമ്മളാരും കാണാൻ നിസ്കരിക്കുകയാണ്, അല്ലെങ്കിൽ ഇനിയിപ്പോൾ ആളുകൾ കണ്ടോട്ടെ വെച്ചിട്ട് പോയി നിസ്കാരം ഒഴിവാക്കരുത് കേട്ടോ. അങ്ങനെ ഉണ്ട്, ആളുകൾ കാണുന്നുണ്ട്, അപ്പോൾ ഞാൻ എൻ്റെ ഇഖ്ലാസ് പോവും, അപ്പോൾ ഞാൻ നിസ്കരിക്കണില്ല. അത് ശൈത്താൻ വേറെ വഴിക്കൂടി വരലാണ്. നമ്മൾ ആളുകളെ ശ്രദ്ധിക്കുക വേണ്ടേ? നമ്മളതിന് ആളുകളെ ശ്രദ്ധിക്കണേ? ഓരുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ നിസ്കരിക്കുക. ഓല് പുകഴ്ത്തിയാലും നമ്മൾ നിസ്കരിക്കുക. ഓലുള്ളപ്പോൾ നമുക്കൊരു നിസ്കാരം, ഓലില്ലാത്തപ്പോൾ വേറെ നിസ്കാരമാണെങ്കിൽ, നമ്മൾ പള്ളിയിൽ നിന്ന് നിസ്കരിക്കുമ്പോൾ ഉഷാറാണ്, വീട്ടിൽ നിന്ന് നിസ്കരിക്കുമ്പോൾ വേറെ കോലത്തിലാണെങ്കിൽ ഒക്കെ നോക്കുക. നമുക്ക് നമ്മളെ റബ്ബിനെ മാത്രം കാണിച്ച് നമ്മൾ മറച്ച് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. നിങ്ങൾ നോമ്പുകാരാണെങ്കിൽ, ഇബ്നു മസ്ഊദ് പറയും, നിങ്ങൾ നോമ്പുകാരായിട്ടാണ് നിങ്ങൾ നേരം പുലർന്നതെങ്കിൽ നിങ്ങൾ മുടിയൊക്കെ ഒന്ന് എണ്ണ ചീകി അങ്ങനെ ഞാൻ നോമ്പൊന്നും എടുത്തിട്ടില്ല എന്നുള്ള കോലത്തിൽ വന്നാൽ മതി. അല്ല ചില നോമ്പുകാരെ ഞാൻ നോമ്പുണ്ട് എന്ന് കാണിക്കണ്ട. ഇദാ അസ്ബഹ്തും സിയാമൻ ഫസ്ബിഹു മുതദഹിനീൻ. സുഫിയാൻ സൗരി പറഞ്ഞു, ബലഗനി, എനിക്കറിവ് കിട്ടിയിട്ടുണ്ട്, അന്നൽ അബ്ദ യഅമലുൽ അമല സിറൻ, ഒരടിമ രഹസ്യമായി കർമ്മങ്ങൾ ചെയ്യുന്നു, ഫലാ യസാലു ബിഹി ശൈത്താനു ഹത്താ യഗ്ലിബഹു, അങ്ങനെ ശൈത്താൻ അയാളെ പിന്നാലെ കൂടി അയാളെ ജയിക്കും. ഫയുക്തബ ഫിൽ അലാനിയത്തി, അത് പരസ്യവും എങ്ങനെങ്കിലും പറയും നമ്മളങ്ങനെ ചെയ്തിക്കണേന്ന് ആളുകൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ നമുക്കൊരു ഇടങ്ങേറ് എങ്ങനെയാണ് പറഞ്ഞു പോവും. ചിലപ്പോൾ മരിക്കാൻ കിടക്കുമ്പോഴേ കാരണം ഞാൻ ആ പള്ളിക്ക് കൊടുത്ത കുറേ കാര്യങ്ങളാണ് പറയാം. അപ്പോൾ അതൊക്കെ നഷ്ടമാവും ചിലപ്പോൾ നീയത്ത് മോശമാണെങ്കിൽ. ശൈത്താൻ പിന്നാലെ കൂടി പരസ്യമാക്കും. സുമ്മ ലാ യസാലു ശൈത്താനു ബിഹി ഹത്താ യുഹിബ്ബ അൻ യുഹ്മദ അലൈഹി, അങ്ങനെ ശൈത്താൻ പിന്നാലെ കൂടി ഇതുകൊണ്ട് പുകഴ്ത്തപ്പെടാൻ ഇയാൾ ആഗ്രഹിക്കുന്ന ഒരവസ്ഥയെത്തും. ഫയുൻസഖ മിനൽ അലാനിയ, അത് പിന്നെ അവിടുന്നും അലാനിയത്ത് രഹസ്യമായ കർമ്മങ്ങൾ, പരസ്യമായ കർമ്മങ്ങൾ, ആളുകളെ കാണിക്കാനുള്ള കർമ്മങ്ങൾ, ഇയാൾ രഹസ്യമായ കർമ്മത്തിലേന്ന് ഇത് ആദ്യം രേഖപ്പെടുത്തിനെ. പിന്നെ ശൈത്താൻ കളിച്ച് പരസ്യമായ കർമ്മത്തിൽ രേഖപ്പെടുത്തി പറഞ്ഞല്ലോ. പിന്നെ കളിച്ച് പുകഴ്ത്തപ്പെടാൻ ആഗ്രഹിച്ചത് റിയായിൻ്റെ രേഖപ്പെടുത്തുന്നു.
അങ്ങനെയാണ് നമ്മൾ ഓരോ കർമ്മങ്ങളും ശൈത്താൻ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. ലാ തഅമൽ ലിതുദ്കർ, നീ ഒരിക്കലും നിന്നെ പരാമർശിക്കാൻ വേണ്ടി ഒരു കർമ്മവും ചെയ്യരുത്. ഉക്തുമിൽ ഹസനത കമാ തക്തുമുസ് സയ്യിഅത, നീ നിന്റെ മോശപ്പെട്ട പ്രവർത്തനങ്ങൾ മറച്ചു വെക്കുന്നത് പ്രകാരം നല്ല കാര്യങ്ങൾ മറച്ചു വെക്കുക. മോശപ്പെട്ട കാര്യങ്ങൾ ആരും അറിയണം നമ്മൾ ആഗ്രഹിക്കില്ലല്ലോ. ഇല്ല, എനിക്കെൻ്റെ മോശപ്പെട്ട ഗുണം ആരും അറിയണ ഇഷ്ടമല്ല. അതേപോലെ തന്നെ സൽക്കർമ്മങ്ങളും അങ്ങനെ ആരും അറിയണ ഇഷ്ടപ്പെടാത്തൊരവസ്ഥയ്ക്ക് നമ്മൾ കൊണ്ടുപോവുക. ഇതൊക്കെ നല്ല മാർഗ്ഗമാണ്, രഹസ്യമായി ചെയ്ത് ശീലിക്കുക. പിന്നെ വേറൊരു മാർഗം, എപ്പോഴും നമ്മളുടെ മനസ്സിനെ നമ്മൾ വിചാരണ ചെയ്യുക. എൻ്റെ നീയത്ത് മോശമായിക്കണോന്ന് എപ്പോഴും മനസ്സിനെ വിചാരണ ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഇതൊക്കെ നീയത്ത് നന്നാക്കാനുള്ള മാർഗ്ഗങ്ങളാട്ടോ. ഈ മാർഗ്ഗങ്ങളൊക്കെ ഉണ്ടായിട്ട് നമ്മളിതിന് പരിശ്രമിക്കുക, പ്രാർത്ഥിക്കുക. അള്ളാഹിൻ്റെ അടുത്താണ് നമ്മൾ ചിലപ്പോൾ പരിശ്രമിച്ച് നമ്മൾ നീയത്ത് നന്നായി കിട്ടുക എന്നുള്ള അള്ളാഹിൻ്റെ അടുത്താണ്. അള്ളാഹിനോട് എപ്പോഴും ചോദിക്കുക. അള്ളാഹിൻ്റെ ഫضل കൊണ്ട് അള്ളാഹ് നന്നാക്കി തന്നാൽ വലിയ കിട്ടലാണ്. ഇതാണ് ഏറ്റവും വലുത്. എപ്പോഴും നമ്മുടെ ശരീരത്തോട് ചോദിക്കുക, മനസ്സിനോട് ചോദിക്കുക, ഇതിപ്പോൾ ചെയ്തത് അള്ളാഹ്ക്ക് വേണ്ടിയാണോ? അള്ളാഹ്ക്ക് വേണ്ടിയാണോ? ജനങ്ങളുടെ കൂട്ടത്തിൽ റിയായിനോട് ഏറ്റവും അടുത്ത ആളുകൾ റിയാ ഇല്ലാന്ന് തോന്നുന്നവരാണ്. എനിക്ക് റിയാ ഒന്നുമില്ല എന്നൊരാൾക്ക് തോന്നിയാൽ അയാൾക്ക് റിയാ ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. എൻ്റെ അടുത്ത് ഞാൻ ചെയ്തത് റിയാ ആയി പോയോന്ന് എപ്പോഴും പേടിച്ചെടുക്കുന്ന ആളുകൾക്ക് റിയാ ഉണ്ടാവില്ല. ഇന്ന അഖറബന്നാസി മിന റിയാ ആമനുഹും ലഹു, ഏറ്റവും കൂടുതൽ റിയായിനോട് നിർഭയത്തുള്ള ആളുകളാണ് റിയായിനോട് ഏറ്റവും അടുത്ത ആളുകൾ എന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളെപ്പോഴും മനസ്സിനെങ്ങനെ നമ്മുടെ ശരീരത്തോട് ചോദിക്കുക, മനസ്സിനോട് ചോദിക്കുക. കർമ്മം ചെയ്യുന്നതിന് മുമ്പ് ചോദിക്കുക. കർമ്മം ചെയ്യുന്നതിന് മുമ്പ് ഇത് അള്ളാഹ്ക്ക് വേണ്ടിയാണോ അള്ളാഹ്ക്ക് വേണ്ടി അല്ലേ എന്ന് ചോദിക്കുക. ഇത് അള്ളാഹ്ക്ക് വേണ്ടിയാണോ? നമ്മൾ ആത്മാർത്ഥമായിട്ടാണ് ചോദിക്കുക. ഞാൻ ഈ ചെയ്തത് അള്ളാഹ്ക്ക് വേണ്ടിയാണോ? എൻ്റെ തറാവീഹ്, എൻ്റെ സുജൂദ്, എൻ്റെ റുക്കൂഅ്, എൻ്റെ രാത്രി നിസ്കാരം, എൻ്റെ നോമ്പ്, എൻ്റെ പഠനം ഒക്കെ അള്ളാഹ്ക്ക് വേണ്ടിയാണോ അല്ലേ എന്ന് നമ്മൾ പഠിക്കുന്നതിന് മുമ്പ്, നിസ്കരിക്കുന്നതിന് മുമ്പ് ചോദിക്കുക. ചെയ്യാൻ പോണത് പിന്നെ ചെയ്ത് കഴിഞ്ഞിട്ടും ചോദിക്കുക. റഹിമല്ലാഹു അബ്ദൻ വഖഫ ഇൻദ ഹമ്മിഹി ഫഇൻ കാന ലില്ലാഹി മളാ വഇൻ കാന ലിഗൈരിഹി തഅഖർ. നമ്മളൊരു ചിന്ത വരുമ്പോൾ, നമുക്കൊരു പ്രവർത്തനം ചെയ്യാൻ മനസ്സുകൊണ്ട് നമ്മൾ തീരുമാനിച്ചാൽ ആദ്യം നമ്മൾ ഇത് അള്ളാഹ്ക്ക് വേണ്ടിയാണോ, എന്നാൽ പോട്ടെ, മുന്നോട്ട് പോട്ടെ, അള്ളാഹ്ക്ക് വേണ്ടിയല്ലേ എന്നാൽ ചെയ്യണ്ട എന്ന് തീരുമാനിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. പിന്നെ കർമ്മത്തിന് ശേഷവും നമുക്കൊരു മുഹാസബത്ത് വേണം. നമ്മുടെ മനസ്സിനെ നമ്മൾ വിചാരണ ചെയ്യണം. എന്താ വിചാരണ? ഞാനിപ്പോൾ ചെയ്തത് കുറഞ്ഞു പോയല്ലോ പഠിച്ചോനെ, അള്ളാഹുവിൻ്റെ പ്രതാപത്തിനും അള്ളാഹുവിൻ്റെ മഹത്വത്തിനും യോജിച്ച രൂപത്തിൽ അയക്കണം എൻ്റെ ഇബാദത്ത്, ഒരിക്കലും ആയിട്ടില്ലല്ലോ. ഇതൊരു നല്ല ചിന്തയാണ്. അപ്പോൾ നമ്മുടെ കർമ്മത്തിന് കുറച്ചും കൂടി മെച്ചം കിട്ടും. പിന്നെ ചിന്തിക്കുക, ഞാനത് ഒഴിവാക്കലേനോ നല്ലത്, ചെയ്യലേനോ നല്ലത്, ചെയ്ത് കഴിഞ്ഞിട്ടേ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെയൊക്കെയുള്ള മനസ്സുള്ളവരാക്കാനാണ് നമ്മളെപ്പോഴും പരിശ്രമിക്കേണ്ടത്. പിന്നെ അടുത്തൊരു മാർഗം, ഈ 4 കാര്യങ്ങളുണ്ടല്ലോ, ഇബ്ലീസ്, ഷെയ്ത്താന്, ദുനിയാവ്, ഹവ, ഇബ്ലീസ്, നഫ്സ്, ഹവ, ദുനിയാവ്, ഈ 4 കാര്യങ്ങൾ നമ്മളങ്ങനെ പയപ്പിക്കുക. ഇന്നി ബുലീതു ബി അർബഇൻ മാ സുല്ലിതു ഇല്ലാ ബി അജലി ഷഖാവതി വ അനാ. ഇമാം ഷാഫി ആണോ അല്ലെങ്കിൽ വേറെ ഏത് പണ്ഡിതനാണെന്ന് ഓർമ്മയില്ല. ഇന്നി ബുലീതു ബി അർബഇൻ മാ സുല്ലിതു ഇല്ലാ ബി അജലി ഷഖാവതി വ അനാഇ. ഞാൻ 4 കാര്യങ്ങളെ കൊണ്ട് പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. എന്താണ് അവരെൻ്റെ മേൽ അധികാരം ചെലുത്താൻ കാരണം? അത് എൻ്റെ ദൗർഭാഗ്യം തന്നെയാണ്. ഇബ്ലീസു വദ്ദുന്യാ വനഫ്സി വൽ ഹവാ. 1 ഇബ്ലീസാണ്, 2 ദുനിയാവാണ്, പിന്നെ എൻ്റെ ശരീരം, അതേപോലെ എൻ്റെ ദേഹേച്ഛകൾ. ഇതിനോടാണ് മത്സരിക്കുന്നത്. നമ്മൾ ഏറ്റവും കൂടുതൽ യുദ്ധം ചെയ്യേണ്ടത് നമ്മുടെ ശരീരത്തോടാണ്. നിസ്കരിക്കാൻ പോകും മനസ്സ് പറയും വേണ്ട എന്ന് പറയും, ആദ്യമൊക്കെ പറയും. അതേപോലെ തന്നെ ഹറാമ് കാണാൻ മനസ്സ് പറയും, ഒക്കെ പറയും. അവിടെ നമുക്ക് മത്സരിക്കാൻ കഴിഞ്ഞാൽ, അതേപോലെ ആളുകൾ കണ്ടോട്ടെ എന്ന് നമ്മൾ മനസ്സിൽ വിചാരിച്ചാൽ ഇതിനോടാണ് യുദ്ധം ചെയ്യുക. എന്നിട്ട് അള്ളാഹിൻ്റെ ഇഷ്ടത്തിന് നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തുക. പിന്നെ പരമാവധി ഇങ്ങനെ തക്കല്ലുഫ്, കാട്ടിക്കൂട്ടൽ കാണിക്കേണ്ട സ്ഥലത്തു നിന്ന് മാറിക്കുക. അത് നല്ലൊരു മാർഗ്ഗമാണ്. കുറേ റിയാക്ക് വരുന്ന സ്ഥലത്തു നിന്ന് പരമാവധി മാറുക. അവിടെ ചെന്നാൽ ഞാൻ കാട്ടിക്കൂട്ടേണ്ടി വരും, അവിടെ ചെന്ന ആളുകൾക്ക് വേണ്ടി ചെയ്യേണ്ടി വരും എന്നൊക്കെ തോന്നുന്ന സ്ഥലത്തു നിന്നാണ് മാറുന്നാൽ ഇഖ്ലാസ്. അത് നല്ലൊരു മാർഗ്ഗമാണ്. അവിടെ
നബികൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒമാ അന മിനൽ മുത്തക്കല്ലിഫീൻ, ഖുറാനിലെ ആയത്താണ്. ഞാൻ ഒരിക്കലും കാട്ടിക്കൂട്ടുന്നവരിൽ പെട്ട ആളല്ല, എന്തെങ്കിലും കാട്ടിക്കൂട്ടി കെട്ടിച്ചമച്ചുണ്ടാക്കുന്ന ആളല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നു. ഖുറാൻ്റെ ആയത്താണ്, സൂറത്തു സ്വാദിലെ 86-ാമത്തെ ആയത്ത് അതാണ്. അങ്ങനെ ഒരുപാട് പണ്ഡിതന്മാരുടെ ചരിത്രം നമുക്ക് കാണാൻ പറ്റും. ഫുലൈൽ എന്ന പണ്ഡിതൻ്റെ അടുത്തേക്ക് ജരീർ എന്ന ആൾ വരുന്നുണ്ട് എന്ന് അദ്ദേഹത്തിന് വിവരം കിട്ടി. ഫുലൈൽ എന്ന പണ്ഡിതൻ്റെ അടുത്തേക്ക് ജരീർ എന്ന ആൾ വരുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം വാതിൽ പുറത്തുനിന്ന് പൂട്ടി. അപ്പോൾ ജരീർ വന്നു, വാതിൽ പൂട്ടിയത് കണ്ടു. അപ്പോൾ ജരീർ മടങ്ങിപ്പോയി. അപ്പോൾ അലി പറയാണ്, എനിക്ക് ഈ വിവരം കിട്ടി, ഞാൻ ചെന്ന് ചോദിച്ചു, എന്താ നിങ്ങൾ ജരീറിന് വാതിലടച്ചത്, അല്ലെങ്കിൽ എന്താ അതിന് കാരണം? അപ്പോൾ ഫുലൈറുല്ലാൻ പറയാണ്, റഹിമഹുല്ലാ പറയാണ്, അയാൾ വന്നാൽ അയാളുടെ സംസാരത്തിൽ, കവിയാണല്ലോ ജരീർ, കവിയാണ്, നല്ല നല്ല വാക്കുകൾ ഇങ്ങനെ പറയും. അപ്പം ഞാനും തന്നെ നല്ല നല്ല വാക്കുകൾ പറയും. ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ അള്ളാഹ്ക്ക് വേണ്ടിയൊന്നും ആവില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ എന്നെ കാണിക്കാനും പെരുമ കാണിക്കാനൊക്കെ വേണ്ടി പറയാം. അതുകൊണ്ടാണ് ഞാനത് വേണ്ട വെച്ചത്. പരമാവധി അങ്ങനത്തെ മാർഗത്തിൽ നിന്ന് വിട്ടുവെക്കുക, ഇഖ്ലാസ് ഉള്ളവരായി ജീവിക്കാൻ ശ്രദ്ധിക്കുക, മറച്ചു വെക്കുക. പിന്നെ ശുഹറത്ത്, കീർത്തി കിട്ടാനുള്ള കാരണങ്ങൾ പരമാവധി ഒഴിവാക്കുക. പേടിയാണ് നമ്മൾ വലിയ വലിയ സ്ഥാനത്ത് എത്തിക്കഴിഞ്ഞാൽ പേടിയാണ്. സ്ഥാനം കൊതിക്കല്ല വേണ്ടത്, പേടിക്കുക വേണ്ടത്. അത് എത്തിക്കഴിഞ്ഞാൽ എന്താവും, പിന്നെ അതിൻ്റെ പേരിൽ കുറേ പുകഴ്ത്തൽ, പോസ്റ്ററിൽ പേര്. അപ്പോൾ ശരിക്കും നമ്മൾ കരയാണ് വേണ്ടത് അതിന് വേണ്ടിയിട്ട്. അതിന് വേണ്ടി നമ്മൾ പൊട്ടിക്കരയാണ് വേണ്ടത്. ശരിക്ക് അങ്ങനെ നമ്മൾ നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കരുത്. ശുഹറത്തിൻ്റെ സ്ഥാനങ്ങളും പദവികളും പരമാവധി നമ്മൾ ഒഴിവാക്കുക. എത്ര പണ്ഡിതന്മാർ ഖാലിസ്ഥാനം ഒഴിവാക്കിക്കണം, കുറേ പണ്ഡിതന്മാർ ഖാലിസ്ഥാനം ഒഴിവാക്കി, കാരണം വേണ്ട വെച്ചിട്ടാണ്. പിന്നെ നമ്മുടെ രഹസ്യം നന്നാക്കാൻ ശ്രദ്ധിക്കുക. രഹസ്യം നന്നാക്കുക എപ്പോഴും. പരസ്യജീവിതത്തെക്കാൾ സുന്ദരമാണ് രഹസ്യജീവിതമെങ്കിൽ അയാൾക്ക് ഇഖ്ലാസ് പരമാവധി ഉണ്ടാകും. ആൾ പരസ്യത്തിൽ പള്ളിയിലിരിക്കണ പോലെ തന്നെയാണ് വീട്ടിലെങ്കിൽ അയാളുടെ മനസ്സെങ്കിൽ ഉഷാറാവും. അല്ലെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ആണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കന്നെ വേണം. കാരണം അത് പേടിക്കേണ്ട ഒരു വിഷയമാണ്. മൻ കാനത്ത് സരീറതുഹു അഫ്ളല മിൻ അലാനിയതിഹി ഫദാലികൽ ഫദ്ൽ. ഒരാളുടെ രഹസ്യ ജീവിതം പരസ്യ ജീവിതത്തേക്കാൾ ശ്രേഷ്ഠമാണെങ്കിൽ അത് അള്ളാഹുവിൻ്റെ ഫദ്ൽ തന്നെയാണ്. വമൻ കാനത്ത് സരീറതുഹു ശർറൻ മിൻ അലാനിയതിഹി. ആരുടെയെങ്കിലും രഹസ്യ ജീവിതം അവൻ്റെ പരസ്യ ജീവിതത്തേക്കാൾ മോശമാണെങ്കിൽ അത് അക്രമമാണ്. ഫദാലിക്കൽ ജൗറു എന്ന് പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു. പിന്നെ ഇഖ്ലാസ് ഉണ്ടാക്കാൻ പറ്റുന്നൊരു മാർഗ്ഗമാണ്, ദുനിയാവിൽ റിയാ ഉണ്ടായാൽ എന്താ ഇപ്പം ഉണ്ടാവുക? ഒരാൾ റിയാ എന്ന് പറഞ്ഞാൽ ആളുകളെ കാണിക്കാൻ വേണ്ടി ചെയ്താൽ വേറെ ഒന്നും ഉണ്ടാകില്ല. അയാളെ പുകഴ്ത്തിയിരുന്നവർ അയാളെ ഇകത്തും. നമ്മൾ ആര് പുകഴ്ത്താൻ വേണ്ടിയാണോ ചെയ്തത് അവരൊക്കെ നമ്മളെ ഇകത്തുന്ന ഒരു കാലം വരും. ആയിഷ ബീവി മുആവിയ റളിയല്ലാഹു അൻഹുവിന് കത്തെഴുതുന്നൊരു സംഭവമുണ്ട്. അമ്മാ ബഅദു ഫഇന്നൽ അബ്ദ ഇദാ അമില ബിമഅസിയത്തില്ലാഹ്. ആരെങ്കിലും അല്ലാഹുവിനെ ധിക്കരിച്ചൊരു കർമ്മം ചെയ്താൽ ആദ ഹാമിദുഹു മിനന്നാസി ദാമ്മ. അള്ളാഹുവിനോട് തെറ്റ് ചെയ്താണ് ഒരാൾ കർമ്മം ചെയ്യുന്നതെങ്കിൽ അയാളെ പുകഴ്ത്തിയിരുന്ന ആളുകൾ അയാളെ ഇകഴ്ത്തും. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ദുനിയാവിൽ ഈ ഒരു അപകടം നമുക്ക് സംഭവിക്കാതിരിക്കണമെങ്കിൽ നമ്മളെപ്പോഴും ഇഖ്ലാസോടെ ജീവിക്കണം. നമ്മൾ ഇന്നലെ വായിച്ചൊരു ഇബാറത്താണ്, ആരുടെങ്കിലും നിയ്യത്ത് ശുദ്ധമായി കഴിഞ്ഞാൽ അള്ളാഹു അവൻ്റെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുക്കും. ആരെങ്കിലും ആളുകൾക്ക് വേണ്ടി അലങ്കാരം കാണിച്ചാൽ അള്ളാഹു അയാളെ നിന്ദിക്കന്നെ ചെയ്യും. അപ്പം അതുണ്ടാവാതിരിക്കണമെങ്കിൽ നല്ല ഇഖ്ലാസ് ഉള്ള ആളുകളായി ജീവിക്കണം. അള്ളാഹു നമ്മളെ ഇഖ്ലാസ് ഉള്ളവരാക്കട്ടെ. 12ാമത്തെ മാർഗം ഇഖ്ലാസിൻ്റെ ഇതിനെക്കുറിച്ച് ചിന്തിക്കുക. ഇഖ്ലാസ് കൊണ്ട് എനിക്ക് എന്താ കിട്ടുക? പഠിച്ചവൻ്റെ അടുത്ത് സ്ഥാനം, എൻ്റെ കർമ്മം ഉഷാറാകും, അള്ളാഹ്ക്ക് ഏറ്റവും തൃപ്തിപ്പെട്ട കർമ്മമാകും. അങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കുക. അപ്പോൾ ഇഖ്ലാസ് ഉണ്ടാകും. ഇനിയൊരു ചോദ്യം, ഒരാൾ പരസ്യമായി കർമ്മങ്ങൾ ചെയ്യുന്നത് ഇഖ്ലാസിനെതിരാണോ? ഒരാൾ പരസ്യമായി കർമ്മങ്ങൾ ചെയ്യുന്നത് ഇഖ്ലാസിനെതിരാണോ?
ഒരു ചോദ്യമാണല്ലോ. ഒരാൾ നിസ്കരിച്ചു എല്ലാവരും കാണുന്നുണ്ട്, അത് ഇഖ്ലാസിനെതിരാണോ? അങ്ങനെ നമുക്ക് വിധിക്കാൻ കഴിയൂല. കാരണം ഇഖ്ലാസു ആർക്കേ അറിയുള്ളൂ? അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ. ചിലപ്പോൾ ഒരാൾ പരസ്യമായി കർമ്മം ചെയ്യുന്ന ആളുടെ മനസ്സ് വളരെ ശുദ്ധീകരിക്കും. അയാൾ ഇവിടെ ഒന്ന് ചെയ്യുന്നു മാത്രം, അയാൾ ജനങ്ങളിലേക്ക് തിരിഞ്ഞേ നോക്കുന്നുണ്ടാവില്ല. അപ്പം അങ്ങനെ നമുക്ക് വിധിക്കാനൊന്നും പറ്റൂല. അൽ ഇഖ്ലാസു സിർറും ബൈനല്ലാഹി വബൈനൽ അബ്ദ്, അത് അള്ളാഹുവും അടിമയും തമ്മിലുള്ള ഒരു രഹസ്യമാണ്. റഅയ്തു റജുലൻ യുസല്ലി വകുല്ലമാ റകഅ വസജദ ബകാ ഫത്തഹംതുഹു അന്നഹു യുറാഇ ബിബുകാഇഹി. ഈ സംഭവം നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. മഖ്ഹൂൽ എന്നവർ പറയാണ്, ഒരാൾ നിസ്കരിക്കണം ഞാൻ കണ്ടു, അയാൾ നിസ്കരിക്കുമ്പോൾ സുജൂദ് റുക്കുവും ചെയ്യുമ്പോൾ അയാൾ കരയുന്നുണ്ട്, അയാൾ നല്ലോണം കരയുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇയാൾ ആളുകളെ കാണിക്കാൻ വേണ്ടി ചെയ്യാണ്. ഫത്തഹംതുഹു, എനിക്ക് അയാളെക്കുറിച്ച് മോശം വിചാരം ഉണ്ടായി. ഫഹുരിംതുൽ ബുകാ സനതൻ, ഒരു കൊല്ലം പിന്നെ എനിക്ക് പഠിച്ചോനെ ആലോചിച്ച് കരയാൻ തന്നെ പറ്റിയിട്ടില്ല. അത് അള്ളാഹ് കൊടുക്കുന്ന ശിക്ഷയാണ്. മറ്റുള്ളവർ വിധിക്കാൻ നമ്മൾ പോകണ്ട. നമ്മൾ പറയാം ഓനൊരു ഇഖ്ലാസ് ഇല്ലാത്ത ആളാണ്, നമ്മൾ പറയാൻ പോകണ്ട, നമുക്കറിയില്ല. നമ്മളെ കാര്യം നോക്കുക. ലാ തുശ്ഗിലന്ന ബിഐബി നഫ്സിക ബിഐബി ഗൈരിക ആഫിലൻ അൻ ഗൈരി നഫ്സിക ഇന്നഹു ഐബാനി. അങ്ങനെ ഒരു കവിത ഉണ്ട്, ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി എൻ്റെ ഓർമ്മ. ലാ തുശ്ഗിലന്ന ബിഐബി ഗൈരിക ഗാഫിലൻ അൻ ഐബി നഫ്സിക ഇന്നഹു ഐബാനി. നീ നിന്റെ കുറവുകൾ നോക്കാതെ മറ്റുള്ളവരുടെ കുറവിൻ്റെ പുറകെ പോകരുത്. അത് രണ്ടും കുറവാണ്, അത് രണ്ട് കുറവ്. ഇന്നഹു ഐബാനി. മറ്റുള്ളവർക്ക് ഇഖ്ലാസ് ഉണ്ടോ ഇഖ്ലാസ് ഇല്ല എന്ന് വിധിക്കാൻ നമ്മൾ ആളുകളല്ല. നമ്മൾ അദ്ദേഹം കണ്ടോ, അദ്ദേഹം ആ ചങ്ങായി കരഞ്ഞ് നിസ്കരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് തോന്നി ഇയാൾ റിയാ കാണിക്കുകയാണോ എന്ന് തോന്നിപ്പോയി. പിന്നെ ഇയാൾക്ക് കരാൻ തന്നെ പറ്റണില്ല, അള്ളാഹു അയാളെ ശിക്ഷിച്ചതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ അത് പരമാവധി മറച്ച് ചെയ്യുക. ഇനി നമ്മുടെ മനസ്സാണ് ഏറ്റവും പ്രധാനം. മനസ്സിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളില്ലെങ്കിൽ, നമ്മൾ ആളുകളിലേക്ക് തിരിഞ്ഞേ നോക്കുന്നില്ലെങ്കിൽ ഇങ്ങനെ ചെയ്യന്നെ, അത് ഇഖ്ലാസിനെതിരൊന്നല്ല എന്നുള്ളതാണ്. പിന്നെ ഈ വിഷയത്തിൽ പറയാനുള്ള ചില വിഷയങ്ങൾ പരസ്യമായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ, അങ്ങനെ ഉണ്ട്. ഇപ്പം ബാങ്ക് രഹസ്യമായിട്ട് പെരുന്ന് കൊടുക്കാൻ പറ്റില്ലല്ലോ. നിസ്കാരം, ജമാഅത്ത് നിസ്കാരം, ജിഹാദ്, ഇഖാമത്ത്, അതേപോലെ തന്നെ ഈദിൽ തക്ബീർ അല്ലല്, അതങ്ങനെ തന്നെയാണ് അള്ളാഹ് ഫർളാക്കിയത്. അപ്പം അങ്ങനെ ചെയ്യണം. ഞാൻ എനിക്ക് ഇഖ്ലാസ് കിട്ടൂല, അതുകൊണ്ട് പെരുന്ന് ബാങ്ക് കൊടുക്കാനും പറ്റുമോ? ഇല്ല. അപ്പോൾ അതങ്ങനെ മനസ്സിലാക്കണം. രണ്ടാമത്തെ ഒരു വിഭാഗം കർമ്മങ്ങൾ എന്താ വെച്ചാൽ രഹസ്യമാക്കലേക്കും പരസ്യമാക്കുന്നതിനേക്കാൾ നല്ലത്. അതിപ്പോൾ ഉദാഹരണത്തിന് ഇമാമില്ല നിസ്കരിക്കുമ്പോൾ നമ്മൾ ഉറക്ക പാരായണം ചെയ്യൂലേ, അതൊക്കെ വീട്ടിൽ നിന്ന് നിസ്കരിക്കുമ്പോൾ ഉറക്കം ഓതായിരിക്കും കൂടുതൽ നല്ലത്. കുറച്ചുകൂടി രഹസ്യമാക്കിയിട്ട് ഓതലേക്ക് നല്ലത്, പരസ്യസ്കാരത്തിലല്ല കേട്ടോ പറഞ്ഞത്. പിന്നെ പ്രാർത്ഥന, കുറേ ആളുകൾ പരസ്യമാക്കാതെ നമ്മൾ ഒറ്റയ്ക്ക് നമ്മളാവുമ്പോഴുള്ള ആയിരിക്കും നല്ലത്. പിന്നെ മൂന്നാമത്തേത് ചിലപ്പോൾ നമ്മളത് പരസ്യമാക്കേണ്ടി വരും, ചിലപ്പോൾ രഹസ്യമാക്കി വെക്കേണ്ടി വരും. ഇപ്പോൾ സ്വതക്ക കൊടുക്കുന്നത് ചിലത് പരസ്യമാക്കുന്നത് നന്നാവും, അയാളെ നിയ്യത്ത് ഉഷാറാണോ അത് പറയാം, പരസ്യമാക്കേണ്ടി വരും ചിലപ്പോൾ ആളുകൾ പിൻപറ്റാനൊക്കെ വേണ്ടി. ആരെങ്കിലും റിയാഇനെ പേടിക്കാതെ ജീവിക്കുന്നുണ്ടെങ്കിൽ പിന്നെ രണ്ടവസ്ഥയാണ്. ഒന്ന്, ആളുകൾ പിൻപറ്റുന്ന ഒരാളാണെങ്കിൽ ചില കാര്യങ്ങളൊക്കെ അയാൾ പരസ്യമായിട്ട് ചെയ്യേണ്ടി വരും. ഇപ്പം എല്ലാവരും പിൻപറ്റുന്ന ഒരു ഉസ്താദാണെങ്കിൽ ആ ഉസ്താദ് എപ്പോഴും രഹസ്യമായി ചെയ്താൽ ആളുകൾ തന്നെ ഈ ചങ്ങായി നിസ്കരിക്കണമില്ല എന്ന് തോന്നും. അപ്പോൾ അത് തോന്നാതിരിക്കാനല്ല, അയാൾ മാതൃകയാകുന്ന വ്യക്തികൾ ചിലതൊക്കെ ചെയ്യേണ്ടി വരും. അത് പിന്നെ എപ്പോഴും സൂക്ഷിക്കണം, അയാൾക്ക് റിയാ ഇല്ലയെന്ന് അയാൾ ഉറപ്പിക്കണം. പിന്നെ മാതൃക അല്ലാത്തൊരു വ്യക്തി, അങ്ങനെ പൊതുവെ ആളുകൾ മാതൃകയാക്കാത്തൊരു വ്യക്തിയാണെങ്കിൽ അയാൾ പുറത്തുനിന്ന്, ഇപ്പോൾ ചില പള്ളിക്കത്തെ ഇമാമ് അല്ലെങ്കിൽ ഖത്തീബൊക്കെ പള്ളിക്ക് തന്നെ സുന്നത്ത് നിസ്കരിക്കാനൊക്കെ ചിലപ്പോൾ അഫ്ദൽ, കാരണം സുന്നത്ത് പഠിപ്പിക്കാനൊക്കെ വേണ്ടിയിട്ട്. അയാൾ റിയാന് കുഴപ്പമില്ലെങ്കിൽ, അതായത് ഇഖ്ലാസിന് കുഴപ്പമില്ലെങ്കിൽ, എന്നാൽ മാതൃക നല്ലാത്ത ചിലപ്പോൾ ആൾ വീട്ടിൽ പോയി നിസ്കരിക്കലായിരിക്കും അഫ്ദൽ. അങ്ങനെയൊക്കെ ഉണ്ടാകും. അത് ഓരോരുത്തരുടെ അവസ്ഥകളാണ്. അപ്പോൾ പരസ്യമാക്കുന്നുള്ളതുകൊണ്ട് റിയാനെതിരാകുമെന്ന് പറയാൻ പറ്റൂല. നീ കണ്ട തെർക്കുൽ അമലി ലിയജലി നാസി റിയാ, ആളുകൾ കാരണത്താൽ കർമ്മം ഒഴിവാക്കൽ റിയാണ്. ആളുകൾ കാണുള്ളൂ, അതുകൊണ്ട് ഞാൻ ഈ കർമ്മം ചെയ്യണില്ല, ആണോ ഒഴിവാക്കുക, തീരെ ചെയ്യണില്ല, അത് റിയാണ്. കാരണം ഓൻ്റെ മനസ്സിൽ എന്ത് വന്നു, ആളുകൾ കാണുന്നുള്ള വിഷയം വന്നു. വൽ അമലു മിൻ അജലി നാസി ഷിർക്ക്, ആളുകൾ കാരണത്താൽ കർമ്മം ചെയ്ത ഷിർക്കുമാണ്. യാ അല്ലാഹ്.
വൽ-ഇഖ്ലാസു, ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ അൻ യുആഫിയക അല്ലാഹു മിൻഹുമാ, ഈ രണ്ട് കാര്യത്തിൽ അല്ലാഹു എന്നെ കഴിച്ചിലാക്കലാണ് ഇഖ്ലാസ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഇഖ്ലാസിനെതിരാകുന്ന കാര്യങ്ങളാണ് ഷിർക്ക്, ഷിർക്കുൻ അസ്ഗർ, റിയാ എന്ന് നമ്മൾ മനസ്സിലാക്കുക. പിന്നെ സ്വീകരിക്കപ്പെടുന്ന കർമ്മങ്ങളാണ് ഒരാൾ അള്ളാഹ്ക്ക് വേണ്ടി മാത്രം കർമ്മം ചെയ്യുക, വേറെ ആർക്കും തിരിഞ്ഞു നോക്കാതിരിക്കുക. 2, ഒരാൾ തിരിഞ്ഞു നോക്കുന്നത് ഹലാലായ കാര്യങ്ങളിലേക്കാണെങ്കിൽ കുഴപ്പമില്ല, ഇതൊക്കെ അള്ളാഹ് സ്വീകരിക്കുക തന്നെ ചെയ്യും. പിന്നെ കർമ്മങ്ങൾ തള്ളപ്പെടുക, റിയാ ഉണ്ടെങ്കിൽ അതേപോലെ തന്നെ ഇഖ്ലാസ് ഇല്ലാത്ത കർമ്മങ്ങൾ എന്തായാലും തള്ളപ്പെടും. അതിന് വ്യത്യസ്ത ഇനങ്ങളുണ്ട്, അത് നമ്മൾ പറയുന്നില്ല. പിന്നെ ആളുകളെ കാണിക്കാൻ വേണ്ടി ചെയ്യുക, ആളുകളെ കേൾപ്പിക്കുക, സുംഅത്ത്, റിയാ, ഇതൊക്കെ നമ്മൾ ഒഴിവാക്കേണ്ട വിശേഷണങ്ങളാണ്. പല നിലക്ക് തസ്മിയ ഉണ്ട്, ആളുകളെ കേൾപ്പിക്കലുണ്ട്. പിന്നെ ഞാൻ ഇന്ന കർമ്മം ചെയ്തിട്ടുണ്ട് എന്ന് കേൾപ്പിക്കുക. ഞാനേ അന്ന് എല്ലാവരും പ്രയാസത്തിലായപ്പോൾ ഞാനാണ് സ്വതക്ക കൊടുത്തു, ഞാനാണ് നിസ്കരിച്ചു, അങ്ങനെ ആളുകളെങ്ങനെ പറഞ്ഞെടുക്കുക. 2, ചെയ്യാൻ പോണ കർമ്മം പറഞ്ഞെടുക്കുക. ഞാനിങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്, കുറച്ചും കൂടി സ്വതക്ക ചെയ്യാനൊക്കെ ഉദ്ദേശിക്കുന്നുണ്ട്, അങ്ങനെ ആവശ്യമില്ലല്ലോ, ആവശ്യമില്ലാതെ പറഞ്ഞെടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതൊക്കെ അതിൽ പെടും, അത് കുറേ വിഷയമാണ്. യാ അല്ലാഹ്, അപ്പോൾ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളാണെന്ന് പറയാം. ഇനി അദ്ദേഹം കൊടുത്തൊരു ബാബാണ്, ചിലത് ഞാൻ വിടുന്നുണ്ട്, നമുക്ക് ഇഖ്ലാസ് അവസാനിപ്പിച്ച് നമുക്ക് നാളെ വേറെ ഇതിലേക്ക് കടക്കാൻ വേണ്ടിയിട്ടാണ്. ചില വിഷയങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത അവസരത്തിൽ നമുക്ക് ഇഖ്ലാസിൽ നമുക്ക് വിട്ടുപോയ കാര്യങ്ങൾ പറയാം. അപ്പോൾ അത്യാവശ്യത്തിന് കുറേ ഇബാറത്ത് നമ്മൾ വായിച്ചിക്കണം. അവസാനമായിട്ട് ഈ ആളുകളെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന ആളുകളുടെ കുറച്ച് സംഭവങ്ങൾ അദ്ദേഹം കൊടുക്കുന്നുണ്ട്. മുൻകാല ചരിത്രത്തിൽ മുമ്പുണ്ടായിരുന്ന കുറച്ച് സംഭവങ്ങൾ, അത് പറഞ്ഞൂടെ? അത് പറഞ്ഞ് അവസാനിപ്പിച്ചൂടെ? അതുകൂടി പറഞ്ഞൂടെ ഇൻഷാ അല്ലാഹ്? അതോ നാളേക്കാക്കണോ? അതുകൂടി പറയാം. ചില ആളുകളുടെ കഥകളാണ്. ഇബ്നുൽ ജൗസി പറയാണ്, ചില ഹദീസ് വിദ്യാർത്ഥികൾ ഹദീസ് പഠിക്കാൻ വേണ്ടി ഞങ്ങളുടെ അടുത്തേക്ക് വരുമായിരുന്നു. എന്നിട്ട് ചില ആളുകൾ, ചില വിദ്യാർത്ഥികൾ ഉസ്താദുമാരെ കൊണ്ടുപോയിട്ട് ടൈഗ്രീസ് നദിയുടെ ഓരത്ത് പോയിരുന്നു പഠിക്കും. എന്തിനാണ് ചെയ്യണത്? അങ്ങനെ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ഈ നദിയുടെ ഓരത്ത് നിന്ന് അല്ലെങ്കിൽ ഈ സ്ഥലത്ത് നിന്ന് എനിക്ക് ഹദീസ് പറഞ്ഞു തന്നു എൻ്റെ ഉസ്താദ്. ചൊല്ലിക്കൊടുക്കുമ്പോൾ ഒരു ഉഷാറാണല്ലോ. കാരണം ഞാൻ പഠിച്ചത് എനിക്ക് ഉസ്താദ് ഇവിടുന്നാണ് പറഞ്ഞു തന്നത്, ഞാൻ എന്നെ ഉസ്താദ് ഒറ്റക്ക് കൊണ്ടുപോയിട്ട് അവിടുന്ന് ഹദീസ് പറഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ ഒരു രസമല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ചില ആളുകൾ ലിയളുന്നു അന്നഹു ഖദ് തഈബ ഫിൽ അസ്ഫാർ ലി തൊലബിൽ ഹദീസ്. വേറെ ചില ആളുകൾ അവിടെ റക്ക എന്ന് പറഞ്ഞ സ്ഥലത്ത് വേറെ പ്രസിദ്ധമായൊരു സ്ഥലമുണ്ട്. അപ്പോൾ 2 പേരും ഒരേപോലെ ഉണ്ടല്ലോ. അപ്പോൾ ആളുകൾ വിചാരിക്കും എന്ത്, ഞാൻ കുറേ ദൂരം യാത്ര ചെയ്തിട്ടാണ് എന്ത് ചെയ്തത്, ഹദീസ് പഠിച്ചത് എന്നൊക്കെ വിചാരിക്കാൻ വേണ്ടി ചില ആളുകൾ കളിക്കും. അങ്ങനെ എന്താ പറയുക, ചില ആളുകൾ പുഴയുടെ ഓരത്ത് പോയിട്ട് പറയും ഹദ്ദസനി ഫുലാൻ മിൻ വറാ ഇൻ നഹർ, പുഴയുടെ പിറകിൽ നിന്ന് എന്നെ കേൾപ്പിച്ചു എന്ന് പറഞ്ഞാൽ വറാവിൻ നഹർ പറഞ്ഞ സ്ഥലമുണ്ട്. വറാവിൻ നഹർ പറഞ്ഞ പുഴയുടെ പിറകു എന്ന് അർത്ഥമുണ്ട്. അപ്പോൾ അവിടുന്ന് ഹദീസ് പറഞ്ഞു, യാത്ര ചെയ്തു എന്ന് കേൾപ്പിക്കാൻ വേണ്ടി. അങ്ങനെ കുറേ ആളുകൾ ഇഖ്ലാസ് ഇല്ലാത്ത, ഇപ്പോൾ നമ്മളെ നാട്ടിൽ തന്നെ നമുക്കറിയാലോ, നമ്മളെ തന്നെ ചിലപ്പോൾ നമ്മളെ നാട്ടിൽ നിന്നും പറയണേ, നമ്മൾ തന്നെ, ഞാൻ രാത്രി എണീറ്റപ്പോൾ എന്താ പറയുക, രാത്രി ഒരു 3 മണിക്കൊക്കെ എണീറ്റിനു, ആ സമയത്താണ് ഒരു ശബ്ദം കേട്ടതെന്നൊക്കെ പറയും. ശബ്ദം കേട്ട് അറിയിക്കലെന്നല്ല നമ്മുടെ ലക്ഷ്യം, നമ്മൾ രാത്രി എണീറ്റു എന്ന് അറിയിക്കലാണ് നമ്മുടെ ലക്ഷ്യം. അങ്ങനെയാണെങ്കിൽ നമ്മൾ പേടിക്കണം. അങ്ങനെ കുറേ അജബുകൾ ഇതിലുണ്ടാവും. കുറേ ആളുകൾ അങ്ങനെ പല വിഷയത്തിൽ ഇബ്ലീസ് ഭയപ്പിക്കുന്നവരുണ്ടാവും. നമ്മളതിൽ പെട്ടുപോകരുത്. നമ്മുടെ കർമ്മം ഫുള്ള് അള്ളാഹ്ക്ക് വേണ്ടാകണം. ചില ആളുകൾ സുബൈ ജമാഅത്തിനും ഇമാമുക്കും എന്നിട്ട് തിരിയും, എന്നിട്ട് മുഅവ്വിദത്തൈനി ഓതും, എന്നിട്ട് ദുആഉൽ ഖത്മ് ചെയ്യും. യാ അല്ലാഹ്, ചില ആളുകൾ സുബൈ നിസ്കാരത്തിന് ഇമാം എന്നാലേ നാസും ഫലക്കും ഇഖ്ലാസും ഓതും. പണ്ടാട്ടോ. എന്തിനാന്ന് ചോദിച്ചാൽ, ഞാൻ രാത്രി മുഴുവൻ ഖുർആൻ ഓതീനു, ഇപ്പം എന്തായി, ഖുർആൻ ഖത്മ് ചെയ്തു എന്ന് ആളുകൾക്ക് തോന്നാൻ വേണ്ടിയിട്ട്. എന്നിട്ട് തിരിഞ്ഞിട്ട് അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ.
എപ്പോഴും രഹസ്യമാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. എന്താണ് ഒരാളുടെ ഇഖ്ലാസിൻ്റെ അടയാളങ്ങൾ എന്ന് പണ്ഡിതന്മാർ കൊടുക്കുന്നുണ്ട്. എപ്പോഴും ഇഖ്ലാസിൻ്റെ പ്രധാനപ്പെട്ട അടയാളമാണ് അയാളെപ്പോഴും ഹക്കിന് വേണ്ടിയായിരിക്കും പ്രവർത്തിക്കുക, വേറെ ലക്ഷ്യമൊന്നും ഉണ്ടാവില്ല. അള്ളാഹിൻ്റെ ദീനിന് വേണ്ടി പ്രവർത്തിക്കും, അയാളുടെ നഫ്സിന് വേണ്ടി ഒന്നും ചെയ്യൂല. അള്ളാഹിൻ്റെ ദീൻ ഉയരട്ടെ എന്ന് കരുതി പ്രവർത്തിക്കുക നല്ല അടയാളമാണ്. അയ്യക്കൂന ഹമ്മുഹു ഇന്തിശാറുൽ ഖൈർ വളുഹൂറുൽ ഹഖ്, ഖൈർ പ്രചരിക്കണം എന്നായിരിക്കും അയാളുടെ എപ്പോഴും ഇഖ്ലാസിൻ്റെ ഒരു അടയാളമാണ്. ഇത് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ചില അടയാളം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരാളുടെ ദമ്മും മദ്ഹും ഒരേപോലെ ആവുക, ഇങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ പണ്ഡിതന്മാരുടെ ഇഖ്ലാസിൻ്റെ വാർത്തകൾ കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോവും. ഇമാം അഹ്മദ് പറയും, നീ നല്ല നിയ്യത്ത് വെക്കണം. ഇൻവിൽ ഖൈർ ഫഇന്നക ലാ തസാലു ബിഖൈരിൻ മാ നവൈതൽ ഖൈർ. നീ നല്ല നിയ്യത്ത് വെച്ചാൽ എപ്പോഴും നീ ഖൈറിലായിരിക്കും, നല്ല നിയ്യത്താണെങ്കിൽ. നാഫി ഇബ്നു ജുബൈറിനോട് ഒരാൾ ചോദിച്ചു, നിങ്ങൾ ജനാസസ്കാരത്തിന് പങ്കെടുക്കുന്നില്ലേ? അതെ, ഞാൻ പങ്കെടുക്കുന്നു, ഞാൻ നിയ്യത്ത് വെക്കട്ടെ. കാരണം നിയ്യത്ത് വെച്ചിട്ടാണ് എല്ലാ കർമ്മത്തിലേക്കും ചെല്ലേണ്ടത്. ഇബ്രാഹിം നഖൈ പറയായിരുന്നു, ലം യകുൻ അബ്ദുറഹ്മാൻ ബിൻ യസീദ് യഅമലു ഷൈഅൻ ഇല്ലാ ബിനിയ്യ. എന്ത് ചെയ്യുമ്പോഴും അബ്ദുറഹ്മാൻ ബിൻ യസീദിന് നിയ്യത്ത് ഉണ്ടാകുമായിരുന്നു, നല്ല നിയ്യത്തൊക്കെ ആയിരുന്നു തുടക്കത്തിൽ. ഹത്താ ഇൻ കാന യശ്റബുൽ മാഅ ബിനിയ്യ, വെള്ളം കുടിക്കുമ്പോൾ പോലും നിയ്യത്ത് വെക്കുമായിരുന്നു. പണ്ഡിതന്മാരെ വാർത്തയാണ്, അവർക്ക് എങ്ങനെയാണ് ജീവിച്ചത്. ഇബ്രാഹിം ഇമിയോട് ചില പണ്ഡിതന്മാർ നിങ്ങൾ സംസാരിക്കുന്ന പറയുമ്പോൾ, ഞാൻ ഇപ്പോൾ സംസാരിക്കണേ, നിയ്യത്ത് നന്നാക്കട്ടെ, ഇങ്ങോട്ട് സംസാരിക്കാമെന്ന് പറയും. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഞാനിത് ഈ വിഷയത്തിൽ കേട്ട ഏറ്റവും വലിയ ഒരു പ്രധാനപ്പെട്ട സംഭവമാണ്, നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, ഇബ്നു റജബ് അൽ ഹംബലി റഹ്മത്തുള്ളാഹി അലൈഹി, വലിയ പണ്ഡിതനാണ്. എൻ്റെ ജീവിതത്തിൽ വരെ സ്വാധീനിച്ചൊരു കഥ കേട്ടത്. അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരുമായി ഒരു സദസ്സിലേക്ക് ചെന്നു. ഫുഖഹാക്കളും പണ്ഡിതന്മാരൊക്കെ ഉള്ള വലിയൊരു സദസ്സാണ്. അപ്പോൾ അവിടെ ഒരു വിഷയം ചർച്ച ചെയ്തു. അപ്പോൾ ഈ വിഷയം ഉസ്താദ്, അതായത് ഇബ്നു റജബ് അൽ ഹംബലി എന്ന് പറയുന്ന പണ്ഡിതൻ ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് നന്നായി പഠിപ്പിച്ചു കൊടുത്ത വിഷയമാണ്. പക്ഷേ ഇബ്നു റജബ് അൽ ഹംബലി ഇവിടെ മിണ്ടുന്നേ ഇല്ല. ഇവരൊക്കെ സംസാരിക്കുന്നുണ്ട്, അദ്ദേഹം ഈ വിഷയത്തിൽ സംസാരിക്കുന്നേ ഇല്ല. അപ്പോൾ പോരുന്ന വഴിക്ക് ശിഷ്യൻ ചോദിച്ചു, ഉസ്താദ് നിങ്ങൾ എന്താണ്, ഞങ്ങൾ ക്ലാസ്സിൽ ഈ വിഷയം വളരെ ഉഷാറായി പറഞ്ഞു തന്നാണല്ലോ, പിന്നെ എന്താ അവിടെ നിന്നൊന്നും ഉണ്ടായിരുന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ക്ലാസ് നിങ്ങൾക്ക് പറഞ്ഞു തന്നപ്പോൾ നല്ല നിയ്യത്തോടെ എന്നെ പറഞ്ഞിന്. അവിടുന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് നല്ല നിയ്യത്താകൂല, ചിലപ്പോൾ തർക്കിക്കാനും ഒക്കെ വേണ്ടി ആകും, അതുകൊണ്ടാണ് ഞാൻ അവിടുന്ന് ഉണ്ടായിരുന്നതെന്ന് ഇബ്നു റജബ് അൽ ഹംബലി പറഞ്ഞ ഒരു കഥ ഇവിടെ നമ്മൾ മനസ്സിലാക്കുക. പണ്ഡിതന്മാർ അവരുടെ പ്രവർത്തനങ്ങൾ മറച്ചു വെച്ചിരുന്നു, പരമാവധി മറച്ചു വെച്ചിരുന്നു പലരും. ഇൻകാന റജുൽ ലഖദ് ജമഅൽ ഖുർആൻ വമാ യശ്ഉറു ബിഹി ജാറുഹു. മുൻകാലത്തെ ചില ആളുകൾ ഖുർആൻ ഫുള്ള് മനപ്പാടാക്കിയിട്ടുണ്ടാവും, പക്ഷെ ആർക്കും അറിയില്ല. അങ്ങനത്തെ ആളുകളൊക്കെ ഉണ്ടായിരുന്നു. വഇൻ കാന റജുൽ ലഖദ് ഫഖഹൽ ഫിഖ്ഹൽ കസീർ വമാ യശ്ഉറു ബിഹി നാസ്. ചില ആളുകൾ കുറേ അറിവ് പഠിച്ചിട്ടുണ്ട്, പക്ഷെ ആരും അറിയൂല. വഇൻ കാന റജുൽ യുസല്ലി സ്വലാത്ത ത്വീല ഫി ബൈതിഹി വഇൻദഹു സുവാർ വമാ യശ്ഉറുന ബിഹി. ചില ആളുകൾ ദീർഘമായി നിസ്കരിക്കും, അതിഥികൾ ഉണ്ടാവും വീട്ടിൽ, പക്ഷെ ആരും അറിയാതെ ഇയാളിത് ചെയ്യും. വലഖദ് അദ്റക്നാ അഖ്വാമൻ മാ കാന അലാ ളുഹ്രിൽ അർളി മിൻ അമലിൻ യഖ്ദിറൂന അലാ യഅമലൂഹു ഫി സിർരിൻ ഫയകൂനു അലാനിയതൻ അബദ. ഞാൻ കുറേ ആളുകളെ കണ്ടിട്ടുണ്ട് സ്വഹാബത്തിൽ, എത്രത്തോളം കർമ്മങ്ങൾ രഹസ്യമാക്കാൻ പറ്റുമോ അത്രത്തോളം രഹസ്യമായിട്ടായിരുന്നു അവർ ചെയ്തിരുന്നത്. എപ്പോഴും അവർ ഇഖ്ലാസോട് കൂടിയായിരുന്നു ജീവിച്ചിരുന്നത്. സ്വതക്ക കൊടുക്കുമ്പോഴും ജിഹാദ് ചെയ്യുമ്പോഴൊക്കെ ഇതുണ്ടായിരുന്നു. ഒരുപാട് കഥകൾ സലഫിൻ്റെ പറയാനുണ്ട് ഈ വിഷയത്തിൽ. പിന്നെ അവർ കരയുന്നതും അവർക്ക് സ്വാധീനം ഉണ്ടാകുന്നതൊക്കെ അവർ പരമാവധി മറച്ചു വെച്ചിരുന്നു. അങ്ങനെ എത്ര ആളുകൾ, എത്ര പണ്ഡിതന്മാരുണ്ട്. ഇൻകാന റജുലു ലയജിസുൽ മജിസ് ഫതജിഉഹു അബ്റതുഹു ഫയറുദ്ദഹ ഫഇദാ ഖശിയ അൻ തസ്ബിഖഹു ഖാം. എത്ര പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ. കരച്ചിൽ വന്നാൽ നിർത്തി, ആളുകൾ കാണുമ്പോൾ അങ്ങനെയൊന്നും കാണിക്കാതെ ഉള്ള എത്രയോ പണ്ഡിതന്മാരുണ്ട്. ഇൻകാന റജുലു യതഅബ്ബദു 20 സന വമാ യഅലമു ബിഹി ജാറുഹു. അയൽവാസി അറിയാതെ 20 കൊല്ലം ഇബാദത്തിലായ ആളുകൾ ഒക്കെ ഉണ്ട്. ഒരുപാട് പണ്ഡിതന്മാരുണ്ട്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കരച്ചിൽ വരുമ്പോൾ ബാക്ക് പോയിട്ട് എന്തൊരു ജലദോഷമാണെന്ന് പറഞ്ഞിട്ട് കരച്ചിൽ കാണിക്കാത്ത പണ്ഡിതന്മാരൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. രാത്രി നിസ്കാരം മറച്ചു വെച്ചിരുന്നവർ, ആരാധനകൾ മറച്ചു വെച്ചിരുന്നത്. അയ്യൂബ് സഖ്തിയാനി രാത്രി മുഴുവൻ നിസ്കരിക്കുമായിരുന്നു. ഫയുഖ്ഫി ദാലിക്, അങ്ങോട്ട് അത് മറച്ചു വെക്കുമായിരുന്നു. ഫൈദാ കാന ഇൻദ സുബ്ഹ് റഫഅ സൗതഹു കഅന്നഹു ഖാമത്തിൽ കസ്സാ. സുബഹിൻ്റെ സമയമാകുമ്പോൾ അദ്ദേഹം സൗണ്ട് കുറച്ച് ഉറക്കോതും. കാരണം ആളുകൾ വിചാരിക്കുക അതിൽ ഇപ്പം എണീറ്റിട്ടുള്ളൂ എന്ന്. ശരിക്കും അദ്ദേഹം രാത്രി മുഴുവൻ നിസ്കരിച്ചേനു.
അങ്ങനെയൊക്കെ പണ്ഡിതന്മാർ ജീവിച്ചു പോയിട്ടുണ്ട്. സഹോദരങ്ങൾ, ഇതൊക്കെ പറയുമ്പോഴും നമ്മൾ പേടിക്കണം. നമ്മളിങ്ങനെയൊക്കെ ആണോ? ഓരോരുത്തർ സംഭവം വായിക്കാന്നല്ല അപ്പുറത്ത് നമ്മൾ പെയിലപ്പെടുക. നമ്മുടെ കർമ്മങ്ങളൊക്കെ പെയിലേക്കാരം. അല്ലാഹു സ്വീകരിക്കുന്ന കർമ്മത്തേക്ക് എത്തുന്നുണ്ടാവുമോ? അതോ ഇഖ്ലാസോട് കൂടിയാണോ നമ്മൾ ചെയ്യുന്നുണ്ടാവുക? അത് നമ്മൾ അള്ളാഹുവിനോട് എപ്പോഴും പ്രാർത്ഥിക്കണം, നമ്മൾ നന്നാക്കി തരണേ എന്ന്. പ്രസിദ്ധി ആഗ്രഹിക്കാത്ത പണ്ഡിതന്മാർ, യാ അല്ലാഹ്, എത്രയോ പണ്ഡിതന്മാർ. ഇബ്രാഹിം നഖൈൻ്റെ അടുത്തൊക്കെ ചില പണ്ഡിതന്മാർ 5-4 ശിഷ്യന്മാർ മാത്രമേ ഇരിക്കുള്ളൂ. കാരണം ഇവരൊക്കെ എപ്പോഴും ഒരു അള്ളാഹു അല്ലാതെ വേറൊരു പ്രതീക്ഷ ഇവർക്കൊന്നുമില്ല. നമുക്ക് മാത്രമാണ് വേറെ ആളുകൾ എന്തെങ്കിലും കാണാന്നുള്ളതാണ്. ആരും എന്നെ അറിയരുത് എന്ന് പ്രാർത്ഥിച്ച ആളായിരുന്നു ഇമാം ഷാഫി. എന്നെ ആരും അറിയരുത്, എൻ്റെ മസാലകളൊക്കെ ആളുകൾ പഠിക്കണം, പക്ഷെ എന്നെ ആരും അറിയരുതെന്ന് പ്രാർത്ഥിച്ചു. നമ്മൾ കുട്ടികളെ എങ്ങനെ പഠിപ്പിക്കുക? ചെറുപ്പത്തിൽ തന്നെ എങ്ങനെ പഠിപ്പിക്കുക? ഉമ്മമാരെന്താ പറഞ്ഞു കൊടുക്കുക? എല്ലാവരും അറിയണ ആളാണ് കേട്ടോ, ആളുകൾക്കിടയിൽ വലിയ അങ്ങനെയല്ലല്ലോ. ശരിക്കും ഇഖ്ലാസുള്ള ആളാകണം. നമ്മൾ അങ്ങനെ തന്നെ മനസ്സിൽ ചെറുപ്പത്തിൽ ഇങ്ങനെ എല്ലാവരും അറിയുന്ന ആളാക്കുക എന്നുള്ളതല്ല. അള്ളാൻ്റെ അടുത്ത് വലിയ സ്ഥാനം കിട്ടണം എന്നാണ് ഉമ്മ ഇപ്പം പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. ആര് കണ്ടില്ലെങ്കിലും ആരും അറിഞ്ഞില്ലെങ്കിലും അള്ളാൻ്റെ അടുത്ത് വലിയ ആളാവണം കേട്ടോ എന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മളിതിന് ഓപ്പോസിറ്റ് ആണെങ്കിൽ, ഞാൻ മനസ്സിലാക്കുന്ന നമ്മളൊക്കെ ഇതിനെതിരാണെങ്കിൽ നമ്മളെപ്പോഴും പരിശ്രമിക്കുക, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും വേണം. ഇൻഷാ അള്ളാഹ് നമ്മൾ ഇഖ്ലാസ് എന്നുള്ള ഭാഗം അവിടെ അവസാനിപ്പിക്കുകയാണ്. ഒരുപാട് പറയാനുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ടത് അതിൻ്റെ നമ്മളൊരു കടലിൻ്റെ ഓരോന്നൊക്കെ പറയുകയാണെങ്കിൽ ഇങ്ങനൊരു കുറച്ചൊക്കെ പറഞ്ഞു എന്ന് മാത്രം. അതൊക്കെ പഠിക്കേണ്ട വിഷയമാണ്. എന്നിട്ട് നമ്മൾ ഹൃദയം ഈ ഇഖ്ലാസിലാക്കുക. നാളെ നമുക്ക് ഇൻഷാ അള്ളാഹ് വേറൊരു അമലുൽ ഖൽബ് ചർച്ച ചെയ്യാം ഇൻഷാ അള്ളാഹ്. അള്ളാഹു തൗഫീഖ് ചെയ്താൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കർമ്മങ്ങൾ പരിശുദ്ധമായ കർമ്മങ്ങളാക്കട്ടെ. അള്ളാഹുവിനെ പേടിക്കുന്നവരിൽ രഹസ്യത്തിലും പരസ്യത്തിലും അള്ളാഹുവിനെ പേടിക്കുന്നവരിൽ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. നമ്മുടെ രഹസ്യ ജീവിതം അള്ളാഹു പരസ്യ ജീവിതത്തേക്കാൾ ഭംഗിയുള്ളതാക്കട്ടെ. നമ്മുടെ ആരാധനാ കർമ്മങ്ങളൊക്കെ അള്ളാഹു സ്വീകരിക്കുന്ന കർമ്മങ്ങളാകട്ടെ. ഹാദാ വല്ലാഹു അലം. വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന വഹബീബിന മുഹമ്മദ്. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.